ജീവിച്ചിരുന്നതിലെ ഏറ്റവും ജ്ഞാനിയായ ഒരു മനുഷ്യനും സമ്പത്തിൻ്റെ കാര്യത്തിലും തെറ്റൊന്നുമില്ല, ഏറ്റവും വലിയ സമ്പന്നനുമായിരുന്നു. കാരണം താൻ സമ്പന്നനാക്കിയതൊക്കെ, സമ്പന്നത ഉണ്ടായതുമൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. എങ്കിലും തൻ്റെ ബുദ്ധിയും കൂടെ പ്രയോഗിച്ചപ്പോൾ അവരറിയാതെ പോലും വലിയ ടാക്സും മറ്റും അവരെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാ രാജ്യങ്ങളെയും യുദ്ധതന്ത്രം ഒന്നും പ്രയോഗിക്കാതെ തന്നെ ബുദ്ധി ഉപയോഗിച്ച് രാജാക്കന്മാരിൽ നിന്നെല്ലാം കപ്പം പിരിച്ചു. കപ്പം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയണേ, ഇദ്ദേഹത്തെ ചക്രവർത്തിയായിട്ട് അംഗീകരിക്കുമ്പോൾ അവർ കൊടുക്കേണ്ടുന്ന വീതം വാങ്ങണം. അങ്ങനെ ഓരോ മാസവും വർഷവും ഇങ്ങനെ പിരിവുകൾ നടത്തിയും മറ്റും താൻ അവിടെ ബന്ധം സ്ഥാപിച്ചും മറ്റും വലിയ ബഹുസമ്പന്നനായി. ഏറ്റവും പണക്കാരനായ ശലോമോൻ തൻ്റെ അരമനയൊക്കെ പണിയുന്നതും ഒക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രത്തിലും അത് പറയുന്നുണ്ട്. ഏറ്റവും ജ്ഞാനിയായിരുന്നെന്നും ബഹുസമ്പന്നനായിരുന്ന ശലോമോന് തൻ്റെ ജീവിതം ബൈബിളിൽ ഒരു വലിയ മുന്നറിയിപ്പ് എന്നവണ്ണം നമുക്ക് തരുന്നുണ്ട്. തൻ്റെ ജീവിതം കൊണ്ട് തന്നെ മുന്നറിയിപ്പ് തരുന്നുണ്ട്. താൻ തുടക്കം വളരെ ഗംഭീരമായിട്ട് ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ, പ്രത്യേകിച്ചും തൻ്റെ പിതാവ് ദാവീദ് എന്ന് പറയുന്ന രാജാവിൻ്റെ ആ ആത്മീയ പശ്ചാത്തലം തനിക്ക് ഒത്തിരി പ്രയോജനം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വളരെ ഭംഗിയായിട്ട് തുടങ്ങിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഈ ജ്ഞാനമൊന്നും തൻ്റേതല്ല, ദൈവം അവന് കൊടുത്തത്. തന്നോട് ദൈവം ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പം സമ്പത്തോ ദീർഘായുസോ ഒന്നുമല്ല ചോദിച്ചത്. അത് പറഞ്ഞു, എനിക്ക് ഈ അങ്ങയുടെ ജനത്തെ ഭരിക്കാനായിട്ട് തക്ക ഞാൻ റീസെൻ്റായിട്ട് വായിച്ചപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അങ്ങനെ തന്നെ പറഞ്ഞതായിട്ട് ഞാൻ കാണാനിടയായിത്തീർന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പുള്ളി പറയാം, സോളമൻ ചോദിച്ചതുപോലെ ഞാനും ഈ ജനത്തെ ഭരിക്കാനുള്ള ജ്ഞാനം തരണമെന്നാണ് ദൈവത്തോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഭരണാധികാരി വന്നു ഇദ്ദേഹത്തെ കോട്ട് ചെയ്ത കാര്യം ഞാനൊന്ന് കോയിൻസിഡൻ്റലായിട്ട് വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് ജ്ഞാനം വേണം. ഇപ്പം നമ്മളൊക്കെ ആ ചോദ്യം ചോദിക്കണം, നമ്മുടെ കുടുംബം നടത്താൻ, അല്ലെങ്കിൽ സഭ നടത്താൻ, അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന ജോലി ചെയ്യാൻ ഒക്കെ. ദൈവമേ, ആ ജ്ഞാനമാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തുള്ള, നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നതിനകത്തിലൊക്കെ ചോദ്യം തെറ്റിപ്പോകാറുണ്ട്. എന്നാൽ കറക്റ്റായിട്ടുള്ള ചോദ്യം, കർത്താവേ എനിക്ക് ജ്ഞാനം തരണമേ. അതായത് നിൻ്റെ ഇഷ്ടം തിരിച്ചറിയാനുള്ള ജ്ഞാനം, അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്ന പദ്ധതികളെ നിറവേറ്റാനുള്ള ഒരു ജ്ഞാനം. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും വേണ്ടത്. യാക്കോബ അപ്പോസ്തലൻ അത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയേണ്ടത്, നിങ്ങളിൽ ഒരുവന് എങ്ങാനും ജ്ഞാനം എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കാൻ പറയുക. ആ ഔദാര്യമായിട്ട് തരുന്ന ദൈവം നിങ്ങൾക്ക് ജ്ഞാനം തരും. അത് ഏത് മേഖല ആയിക്കൊള്ളട്ടെ, എനിക്ക് അറിയില്ല എന്ന് പറയേണ്ട കാര്യമില്ല. ദൈവത്തോട് ചോദിച്ചാൽ ദൈവം അതിനുള്ള ജ്ഞാനം തരും. അത് നമ്മൾ അവിടെ നിന്ന് പഠിക്കണം. അങ്ങനെയാണ് തുടങ്ങിയത് കേട്ടോ. അതുകൊണ്ട് ദൈവം അവന് ധാരാളം സമ്പത്തും കൊടുത്തു, ജ്ഞാനവും കൊടുത്തു. എന്നാൽ ഇദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട്, ഞാൻ ശലോമോൻ്റെ കഥ പറയാനല്ല വന്നത്, അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് അവസാനം, അല്ലെങ്കിൽ തൻ്റെ ഒരു ജീവചരിത്രം, സഭാപ്രസംഗിയുടെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ചൊരു വളരെ സംക്ഷിപ്തമായ രീതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2-ാമത്തെ അധ്യായം അവിടെ തന്നോട് തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഈ സഭാപ്രസംഗിയുടെ പുസ്തകത്തെക്കുറിച്ചുകൂടെ ഒന്ന് പറയട്ടെ. തൻ്റെ ജീവിത അവസാനത്തിൽ താൻ എല്ലാം അനുഭവിച്ചു. അതായത് തനിക്ക് അനുഭവിക്കാനായിട്ടൊന്നും ഇല്ലാതെ തൻ്റെ കണ്ണിന് കണ്ടതും എല്ലാം അനുഭവിച്ചെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, മായ, സകലതും വാനിറ്റി എന്ന് പറയുന്നത്, ഒക്കെ ശൂന്യമായി പോയത്. മിക്കവാറും എല്ലാ മനുഷ്യരും തീരുന്ന സമയത്ത് ഇത് പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പറയുന്നവർ ഭാഗ്യവാന്മാർ. അല്ലെങ്കിൽ തീരാൻ നേരം പറഞ്ഞു, അയ്യോ എല്ലാം പോയി, ഇതേ പിടിച്ചു വന്നു. അലക്സാണ്ടർ ചക്രവർത്തി അടക്കം ഇത് പറയാനിടയായി. കൈയൊക്കെ പുറത്തൊക്കെ ഇട്ട് ഞാനൊന്നും കൊണ്ടുപോകുന്നില്ലെന്നൊക്കെ പറഞ്ഞു. മരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൊണ്ടുപോകത്തുമില്ല. അവിടെ വെച്ച് ഈ ഒരു വാക്ക് മിക്കവാറും പറയും, ഒക്കെ വെറുതെ ആയിരുന്നല്ലോ എന്ന്. പല ആളുകൾ, ഇപ്പം ഞങ്ങളുടെയൊക്കെ പ്രായം എത്തിയപ്പോൾ തന്നെ ആളുകളൊക്കെ പറയുന്നു, എന്നാ കാര്യത്തിനാണ് ഈ ഓടിയേ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഏതാണ്ട് അതുപോലൊരു ചോദ്യം തൻ്റെ ജീവിതാന്ത്യത്തിൽ താൻ എഴുതിയതാണ് ഈ സഭാപ്രസംഗി. എന്നാൽ അതിലൊരുപാട് ആത്മീയ സത്യങ്ങളുടെ മറിഞ്ഞു കിടപ്പുണ്ട്. കാരണം ഈ ദൈവത്തിൻ്റെ വചനത്തിലായതുകൊണ്ട് അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ചിലത് അടർത്തിയെടുത്ത് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 2-ന്റെ അവിടെ പറയുന്നത്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖം അനുഭവിച്ചു കൊള്ളുക, എന്നാൽ അതും മായ തന്നെ. അവിടെ ആ തുടക്കം തന്നെ പറയുന്നുണ്ട്. ഇത് തുടങ്ങുന്ന 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലുണ്ട്, മായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. മായ മായ, സകലതും മായ എത്രേ എന്ന് പറയാണ്. ഒന്നിനും ഒരു കാര്യവും ഇല്ലെന്ന് പറഞ്ഞു വന്നേച്ചാണ് പറയുന്നത്. എവിടെ പറയാ, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എന്നാണ് കേട്ടോ പറയുന്നത്. ഇതൊരു സോളിലോക്കിയാണ്. നമ്മൾ തന്നെ നമ്മളോട്
പറയുന്നു, അല്ലെ ഇദ്ദേഹത്തോട് തന്നെ പറയുകയാണ്, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സന്തോഷം ഞാൻ നിനക്ക് തരും, എന്നിട്ട് പറയാ, എന്നിട്ട് സുഖം അനുഭവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാണ് അവിടെ തുടങ്ങുന്നത്. അങ്ങനെ വന്നിട്ട് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നാൽ അതും മായ തന്നെ, ഞാൻ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്തെന്നും സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യരെല്ലാം ഈ സന്തോഷത്തിന് ഓടുകയാണ്. എന്നിട്ട് പറയാം, ഈ സന്തോഷം കൊണ്ട്, സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്ത് ലാഭമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ചില അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് കർത്താവ് നടത്തുന്നവരാണെങ്കിൽ ചില സമയത്തൊക്കെ ചിരിക്കുന്നവരെ നോക്കി വെച്ച് നമുക്കൊരു അസൂയ തോന്നാറുണ്ട്. ഞാനൊക്കെ അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എനിക്കൊന്ന് ചിരിക്കാൻ പറ്റിയെങ്കിലും. എന്നാൽ ബഹുസന്തോഷം കൊണ്ട് ചില സമയത്ത് ഞാൻ പറയുന്നത് ലാഫിംഗ് ഗ്യാസ് അടിച്ച പോലെ ചിരിക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ. പലപ്പോഴും നമ്മൾ വന്നു ചോദിച്ചാൽ, നിങ്ങളത് മുഖം എന്തോ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ, അതല്ല സന്തോഷം. ചിലപ്പോൾ മുഖം പാടിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പൊന്നും മാറ്റാൻ എനിക്കറിയാൻ പാടില്ല. അത് കണ്ടാലൊന്നും വലിയ ഗുണമുള്ളതൊന്നുമല്ല. ചിലരാണ് ചിരിക്കുന്ന മുഖം എപ്പോഴും. അതല്ല സന്തോഷം. പകരം ധാന്യം വീഞ്ഞും ഒക്കെ വർദ്ധിച്ചതിനേക്കാളും അകത്തൊരു സന്തോഷമുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതുകൊണ്ട് പുറമേ കാണുന്ന ഭാവഭേദങ്ങളൊക്കെ ഒന്നുമല്ല, അകത്തൊരു സന്തോഷം. അപ്പം മനുഷ്യരെല്ലാം ജീവിക്കുന്നത് ഈ സന്തോഷത്തിന് വേണ്ടിയാണ്. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ പറയും, ഈ സന്തോഷം വലിയ ഗുണമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. മൂന്നാം വാക്യം വായിച്ചു നോക്കിയേ, മനുഷ്യർക്ക് ആകാശത്തിൻ്റെ കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലതേതെന്ന് ഞാൻ കാണുവോളം എൻ്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ എൻ്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാനും ഭോഷത്വം പിടിച്ചുകൊള്ളുവാനും എൻ്റെ മനസ്സിൽ നിരൂപിച്ചു. അത് എനിക്ക് സന്തോഷിക്കണം, എനിക്ക് സുഖം അനുഭവിക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? നമ്മൾ പറയുന്ന പോലെ നമ്മുടെ വാക്കുകളെയൊക്കെ പറഞ്ഞാൽ എൻ്റെ സകലതും ഉപയോഗിച്ച് ഞാൻ അങ്ങ് സുഖം അനുഭവിക്കാൻ തീരുമാനിച്ചു. മായയാണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാം നെട്ടോട്ടം ഇതിനു വേണ്ടിയാണ്. സുഖം അനുഭവിക്കണം, സന്തോഷം അനുഭവിക്കണം. ഇങ്ങനെ ഈ സന്തോഷിക്കാനുള്ള മനുഷ്യൻ്റെ ത്വരയെക്കുറിച്ചാണ് അദ്ദേഹം മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്. ജീവപര്യന്തം ചെയ്യുവാൻ നല്ലതെന്ന് കാണുവോളം ഞാൻ എൻ്റെ ഹൃദയത്തെ എന്നെ ജ്ഞാനത്തോണ്ട് നടത്തിക്കൊണ്ടിരിക്കെ തന്നെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട്, അതായത് എനിക്ക് ഒരിടത്ത് സന്തോഷം, അതായത് ദൈവം കൊടുത്ത ജ്ഞാനം സന്തോഷമുള്ളതായിരുന്നു, അതിൽ തികഞ്ഞു പോയില്ല. ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് സുഖം വരുന്നതെല്ലാം ഞാൻ അനുഭവിക്കാൻ തുനിഞ്ഞെന്ന് അവിടെ എഴുതിയേക്കുന്നത്. എന്നിട്ട് നാലാമത്തെ വാക്യത്തിൽ ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു, എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. വീഞ്ഞു കുടിക്കുക മാത്രമല്ല, അതിൻ്റെ തോട്ടം തന്നെ ഉണ്ടാക്കുകയാണെന്ന്. വീഞ്ഞൊക്കെ ഇനി ഒരു വർധനവ് വരട്ടെ, നിറച്ചുണ്ടാകട്ടെ, എല്ലാവരും സന്തോഷിക്കട്ടെ. ശരീരത്തിൻ്റെ സന്തോഷമാണ്. അതിങ്ങനെ സുഖം അനുഭവിക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇതിനെല്ലാം മെനക്കെട്ടെന്നാണ് പറയുന്നത്. ഞാൻ തോട്ടങ്ങളെയും, തൻ്റെ ഭരണപരിഷ്കാരത്തിൽ വരുന്ന കാര്യങ്ങൾ അവിടെ കഴിയുക, ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധമായ ഫലവൃക്ഷങ്ങളെയും നട്ടു, വൃക്ഷം വെച്ച് പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു. എന്നുവെച്ചാൽ ഞാൻ ഇറിഗേഷനും ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കി എന്നാണ് പറയുന്നത്. പ്രകൃതിയെ നശിപ്പിച്ചില്ല, ഭംഗി കൂട്ടുവാൻ തക്കവണ്ണം സകലതും രസം വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു ഞാൻ. എന്നിട്ട് അടുത്തത് പറയുന്ന ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി, വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ തലമുറകളടക്കം എനിക്ക് ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു എന്ന്. അതായത് അന്നത്തെ അടിമകളുണ്ടല്ലോ, വിലയ്ക്ക് വാങ്ങപ്പെട്ട ദാസന്മാർ, എന്തിനും ഏതിനും ആളുണ്ടായിരുന്നു. സുഖത്തിൻ്റെ പരമിതിയാണ് ഇതൊക്കെ. കണ്ടത് ചെയ്യാൻ, തൊടുന്നത് മോഹിച്ചതൊക്കെ ലഭിക്കുവാൻ എല്ലാത്തിനും ആളുണ്ടായിരുന്നു. അതുമാത്രമല്ല, യെരുശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന ഏവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു. സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. ഒരു രാജാവെന്നല്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെ വരാമോ അത് മുഴുവൻ ഒരു ലിമിറ്റുമില്ലാതെ താൻ അനുഭവിച്ചത്. താൻ തന്നെ എഴുതിയേക്കാം. ഞാനിത് വായിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശലോമോനെ കുറിച്ച് താൻ തന്നെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു പരിച്ഛേദം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. തൻ്റെ കണ്ണിന് ഇഷ്ടപ്പെട്ടതൊന്നും താൻ വിലക്കിയില്ല, ഇതെല്ലാം സമ്പാദിച്ചു. ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പ് യെരുശലേമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്ന് അഭിവൃദ്ധി പ്രാപിച്ചു. ഒരു മനുഷ്യൻ ഇതിൽ പരം ആനന്ദ ലബ്ധിക്ക് ഇനി എന്ത് വേണം? നമ്മളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ പോലും ഒരളവ് വരെയൊക്കെ ചിന്തിക്കുന്നത് ഏതാണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ചർച്ചകളൊക്കെ ഈ പ്രോസ്പെരിറ്റി ഗോസ്പലിലേക്ക് പോയതിൻ്റെ കാരണം പോലും മറ്റേത് പറഞ്ഞിട്ട് അവർക്ക് ഇറിക്കണില്ല. അവർക്ക് ഈ സുഖം അനുഭവിക്കണം, സന്തോഷിക്കണം.
അതിനുവേണ്ടി ഇങ്ങനെ ദൈവം കൊടുത്ത ജ്ഞാനത്തിൽ നിന്ന് താൻ ഇതെല്ലാം സമ്പാദിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് പറയുകയാണ്, മഹാനായി തീർന്ന് അഭിവൃദ്ധി പ്രാപിച്ചു, ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു. എന്നിട്ട് അടുത്ത വാക്യം വായിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിന് എന്നാ പോകാന്നറിയ. എന്തോ ദൈവകൃപ, എന്തോ ദൈവാനുഗ്രഹം. കണ്ടത് മുഴുവൻ പിടിച്ചു വെക്കുക. ഇതിൽ പരം ഒരു പ്രോസ്പെറിറ്റി ഉണ്ടാവും പ്രിയപ്പെട്ടവർ. ആഗ്രഹിച്ചത് മുഴുവൻ ലഭിച്ചെന്നാണ് അവിടെ പറയുന്നത്. എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും ഞാൻ വിലക്കിയില്ല. എൻ്റെ സകല പ്രയത്നവും നിമിത്തം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എൻ്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം, അതായത് അങ്ങ് സന്തോഷിക്കുക എന്നാണ് പറഞ്ഞേ. പ്രവർത്തനങ്ങളിൽ സന്തോഷിച്ചു തുടങ്ങി. എന്നിട്ട് ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി. എല്ലാം എനിക്ക് സന്തോഷം തരുന്നു. പക്ഷേ അടുത്ത വാക്യം എന്താ വായിക്കുന്നത് അറിയാമോ? എല്ലാം മായയും വൃഥാ പ്രയത്നവുമായിരുന്നെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? ജ്ഞാനികളിൽ ജ്ഞാനിയായ, സമ്പത്തിലെ സമ്പന്നരിൽ സമ്പന്നനായ ആൾ തൻ്റെ കണ്ണിന് കണ്ടതും ആഗ്രഹിച്ചതൊന്നും വിലക്കാതെ സകലതും നേടിക്കഴിഞ്ഞിട്ട് പറയുകയാണ്, അത് മുഴുവനും മായയും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവുമില്ലെന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ ജ്ഞാനവും ഭ്രാന്തും ഭോഷത്വവും നോക്കുവാൻ തിരഞ്ഞു. രാജാവിൻ്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? പണ്ട് ചെയ്തു തന്നെ. മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറഞ്ഞേ, എത്രയൊക്കെ പാഠം പഠിച്ചാലും നമ്മൾ ഇതിൽ നിന്ന് മാറൂല്ല. ഇത് തന്നെ അടുത്ത തലമുറയും. ഇപ്പം നമ്മളൊന്നിനെ ആലോചിച്ചു, എന്തൊരു ദൈവകൃപയിലുള്ളവനും പിള്ളേരെ പഠിപ്പിക്കണത് ദൈവകൃപ നിൽക്കണമെന്നൊന്നുമല്ല, ഈ പ്രയത്നം ചെയ്തോളാൻ. തിരിച്ചറിഞ്ഞവൻ പോലും പിള്ളേരെ വിടുന്നത് ഈ പറഞ്ഞ റാറ്റ് റേസിലേക്ക് തന്നെയാണ്. നീ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിക്കാനുള്ളതാണ് മക്കളെ, സന്തോഷിക്കണം. ഇല്ലേ, പറയാതെ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെയാണ്. എന്നിട്ട് പറയാണ്, വെളിച്ചം 12 വാക്യം വായിച്ച, ഞാൻ ജ്ഞാനവും ഭ്രാന്തും ഭോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു. രാജാവിൻ്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? പണ്ട് ചെയ്തത് തന്നെ ചെയ്യും. എന്നിട്ട് അടുത്ത് വന്ന്, വെളിച്ചം ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ ജ്ഞാനം ഭോഷത്വത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു. ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്, ഭോഷൻ ഇരുട്ടിൽ നടക്കുന്നു. പക്ഷേ എന്നാൽ എല്ലാവരുടെയും ഗതി ഒന്ന് തന്നെയാണ്. അതായത് തലയെ കണ്ണുണ്ട് വെച്ചുകൊണ്ട് നടന്നിട്ടും നമ്മൾ പറയും തലയെ കല്ലന്മാരെന്നാണ് നമ്മൾ പറയുന്നത്. നല്ല ബുദ്ധിയുള്ളവർ. ഇവൻ്റെ കാര്യവും വെറും മണ്ടൻ്റെ കാര്യവും അവസാനം ഒരുപോലെ. എന്താ പ്രാപിച്ച ജ്ഞാനത്തിനോ സമ്പാദിച്ച സ്വത്തിനോ ഞാൻ അനുഭവിച്ച സുഖത്തിനോ ഒന്നും വലിയ കാര്യമില്ലെന്ന് തിരിച്ച്. അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞ എല്ലാവർക്കും ഗതി എന്ന് തന്നെ. അതുകൊണ്ട് 15 വാക്യം, ആകയാൽ ഞാൻ എന്നോട്, ഭോഷനും എനിക്കും ഗതി ഒന്നു തന്നെ, പിന്നെ ഞാൻ എന്തിനധികം ജ്ഞാനം, ഇതും മായ എത്ര എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞാൻ വിചാരിച്ച സംഗതി ചെയ്യും, പക്ഷെ ഞാൻ വിചാരിക്കൂല. പക്ഷെ ഇവിടെ വിചാരിച്ചിട്ടും വിചാരിക്കാത്തവനും തമ്മിലൊന്നും വലിയ വ്യത്യാസം. നമ്മൾ ജീവിത വിജയം എന്നൊക്കെ പറഞ്ഞ് നേടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ നമ്മുടെ ജീവിതം പ്രയോജനപ്പെടണമെന്നാണ്. സത്യത്തിൽ ഇതാണ് മോട്ടിവേഷൻ. ഇതൊക്കെയാണ് ആളുകളെ പറഞ്ഞ് ഉത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ശലോമോൻ പറയുകയാണ്, ഇതും മായ എത്രയെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഭോഷനെക്കുറിച്ചാകട്ടെ ജ്ഞാനിയെക്കുറിച്ചാകട്ടെ ശാശ്വതമായ ഒരോർമ്മയുമില്ല. 24 വാക്യം വായിക്കാൻ പറയും. അവിടെ വായിക്കുന്നത് അത്ര, തിന്നുകുടിച്ച് തൻ്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് യാതൊരു നന്മയില്ല. തിന്നുക, കുടിക്കുക, അത്രേ ഉള്ളത്. എന്നിട്ട് പറയുക, അതും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ളതെന്ന് ഞാൻ കണ്ടു. അവൻ നൽകിയിട്ടല്ലാതെ ആര് കുടിക്കുമെന്നാണ് ചോദിച്ച്. ഇനിയും 26 വാക്യത്തിൽ വായിക്കുന്നത്, തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും അതിനൊന്ന് അടിവരെ ഇട്ടേക്കണം. തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ എന്ത് ചെയ്യുന്നു? ജ്ഞാനവും അറിവും. പാപിക്കോ ദൈവം, ആ വാക്കുകളൊക്കെ ഒന്ന് മനോഹരമാണെന്നറിയാം. വാക്ക് ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെ ഈ ദുഷ്ടന്മാരെല്ലാം സമ്പാദിക്കുന്നത് നീതിമാന് വേണ്ടിയാണെന്ന് സങ്കീർത്തനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം അവനൊന്നും കൊണ്ടുപോകത്തൊന്നുമില്ല. അവനിതെല്ലാം സ്വരൂപിച്ചു വെക്കും. അനുഭവിക്കുന്ന അവന് ഒരു പിടിയുമില്ല. പക്ഷെ അതിവിടെ എഴുതിയേക്കുന്ന അനുസരിച്ചിട്ട് ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവിക്കുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. ഒരു തലമുറ ഇങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞ അങ്ങനെയാണ്, ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരെല്ലാം ഞങ്ങളെ ഒക്കെ പഠിപ്പിച്ചു. അപ്പനപ്പൂപ്പന്മാർ സമ്പാദിച്ച് ഞങ്ങൾക്ക് വേണ്ടി വെച്ചു. ഞങ്ങളെന്ത് ചെയ്തു? അതിൻ്റെ കൂടെ കുറേ ലോണും കൂടെ എടുത്ത് ഞങ്ങളങ്ങ് ആസ്വദിച്ചു. ഞങ്ങൾ എന്നിട്ട് മരിച്ചുപോയി. അപ്പം ഞങ്ങളുടെ അപ്പനുണ്ടാക്കിയ കാശും ഞങ്ങൾ അനുഭവിച്ചു. വരും തലമുറ ഈ ലോൺ അടച്ചോളൂ.
നമ്മളോളോ ഭാഗ്യവാന്മാർ. വാൽവ് റേഡിയോയിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് വരെ എത്തിയതുപോലെ അപ്പനപ്പൂപ്പന്മാർ സമ്പാദിച്ച മുഴുവൻ സ്വത്തും നമുക്ക് അർമാദിക്കാൻ ഇങ്ങനെ തന്നു. കിട്ടാവുന്ന ലോൺ മുഴുവനും എടുത്തേച്ച് നമ്മളങ്ങ് ആഡംബരത്തോടെ പോയി തലമുറകൾക്ക് ഈ കടം വീട്ടാനുള്ള ചുമതലയും കൊടുത്തെന്നു. അവൻ്റെ ജീവിതകാലം മുഴുവൻ ഈ അപ്പനപ്പൂപ്പന്മാർ അപ്പനും അമ്മയും കൂടെ ഉണ്ടാക്കിയ കടം മുഴുവൻ വീട്ടിലാണ് അവൻ്റെ പണിയുന്നത്. അപ്പം 2 തലമുറയിൽ നിന്ന് കിട്ടി അങ്ങ് ബോധിച്ചെന്നാണ് അവർ പറയുന്നത്. മനസ്സിലായോ? പക്ഷെ ഇവിടെ പറയുന്നത് അവൻ ഉണ്ടാക്കി വെക്കുന്നതൊന്നും, ഞാനിത് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഉണ്ടാക്കി വെക്കുന്നത് അവൻ അനുഭവിക്കാനല്ല. ഒരു കോള കുടിക്കാതെയും ഒരു ചായ വേണപ്പോൾ കുടിക്കാതെയും ഒക്കെ ഇങ്ങനെ സമ്പാദിച്ചു വെക്കുന്ന ആർക്കും അവന് ഒരു പിടിയില്ല. പക്ഷേ ദൈവം പറയുന്നത് ദൈവപ്രസാദം ഉള്ളവർക്ക് വേണ്ടി അവർ ഒരുക്കുന്നതെന്നാണ്. അവന് കൊടുക്കുന്ന കഷ്ടപ്പാടെന്നാണ് പറയുന്നത്. അതും അടുത്ത് എഴുതിയേക്കാം, മായയും വ്യർത്ഥവും അത്രയെന്നാണ് പറയുന്നത്. എന്നാൽ ദൈവം കൊടുക്കുന്ന, അതുകൊണ്ടാണ് അവിടെ ദൈവം കൊടുക്കുന്ന ഒരു സന്തോഷമുണ്ട്. എൻ്റെ പോയിന്റ് ഇന്ന് അതാ. മനുഷ്യനെല്ലാം ഈ സന്തോഷിക്കാൻ വേണ്ടി ഓടുകയാണ്. സന്തോഷിക്കാൻ വേണ്ടി പല ആളുകളും ഈ സന്തോഷത്തിൻ്റെ സ്രോതസ്സിനാണ് ഓടുന്നത്. ഇന്ന് നാം പാടിയ പാട്ടുണ്ട്, സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ തന്നല്ലോ, ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു എന്നെ മുറ്റും. എന്നാ പാട്ടാന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞതൊന്നുമല്ല സന്തോഷമെന്നാ ആ പാട്ടിൽ കൂടെ പറയുന്നത്. എൻ്റെ പോയിന്റും അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറഞ്ഞ വാക്ക് ശാശ്വതമായ ഒരു സന്തോഷത്തെക്കുറിച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, ഈ ശലോമോൻ കണ്ടതും ശലോമോൻ പ്രാപിച്ചതും ഇതൊന്നുമല്ല സന്തോഷം, പകരം ദൈവം തരുന്നൊരു സന്തോഷമുണ്ട്. 15-11 വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം. എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. അപ്പം സന്തോഷം പൂർണ്ണമാകണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. നമ്മുടെ സന്തോഷം എന്നൊക്കെ പറയുന്നത് ഈ നൈമിഷികമായി ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ വേരിയേഷൻസാണ് നമ്മൾ സന്തോഷം എന്നൊക്കെ പറയുന്നത്. അതാണ് ഞാൻ മുമ്പ് ലാഫിംഗ് ഗ്യാസ് അടിച്ചതുപോലെ സന്തോഷിക്കുക എന്ന് പറഞ്ഞു. കാരണം ഈ ലാഫിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ഗ്യാസ് ഉണ്ട്. ഇത് വന്നാൽ നമ്മുടെ പേശികളൊക്കെ വലിഞ്ഞിട്ട് ചിരിക്കുന്ന പോലെ ഇരിക്കും, പക്ഷെ അകത്തൊന്നും ചിരിയൊന്നുമില്ല. പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ട് താൽക്കാലിക സന്തോഷത്തിൽ നമ്മളങ്ങ് മതിമറന്ന് സന്തോഷിക്കുന്നത് പോലും സത്യത്തിൽ ആത്മീയമായി പറഞ്ഞാൽ ഈ ലാഫിംഗ് ഗ്യാസ് അടിച്ചതുപോലെയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടായിരുന്നു കുറേ കുട്ടികൾ അവർ ആഘോഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളത്തിൽ മുങ്ങി മരിക്കുമോ ഏതാണ്ട് ചെയ്തായിരുന്നല്ലോ ഈയിടെ. അവർ സന്തോഷിച്ചുകൊണ്ട് അങ്ങ് മരിച്ചു. നമ്മൾ അതിനെയും ഈ ശലോമോൻ പറഞ്ഞ പോലെ പറയും, അത് തൊട്ട് മുമ്പ് അവർ സെൽഫി എടുക്കാൻ ഇങ്ങനെ പോയി നിന്ന് സന്തോഷിച്ച് വെള്ളത്തിലോട്ട് പോയി. ഒരാൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പം മരിച്ചുപോയി. അപ്പോൾ അത് എന്ത് തരം സന്തോഷമാണ്? ഇപ്പം ഈ പറഞ്ഞ പോലെ മായ മാത്രമാണത്. മഞ്ഞവെയിൽ മരണങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ വെയിലത്ത് നിന്ന് ഷാഡോ പോകുന്ന പോലെ, നമുക്കറിയാമല്ലോ ഷാഡോ, ഈ നിഴല് സൂര്യൻ്റെ വെളിച്ചം കുറയുന്നതനുസരിച്ച് നിഴലങ്ങ് മാഞ്ഞു പോകും. സൂര്യൻ്റെ വെളിച്ചത്തിലാണ് നിൽക്കുന്നതെങ്കിൽ എന്താ പറയുക, ഡിഫ്യൂസ്ഡ് ലൈറ്റ് സൂര്യനിൽ നിന്ന് വരും. ആ സമയത്ത് നിഴലുകൾക്ക് വലിയ ഒരു ക്ലാരിറ്റി കാണത്തില്ല. അത് മാഞ്ഞു പോകുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ല. ഇതുപോലെയുള്ള മനുഷ്യൻ്റെ സുഖങ്ങൾ സന്തോഷമെന്നാണ് നമ്മൾ കാണുന്നത്. കാരണം അവൻ വിചാരിക്കുന്നത് ഞാനിപ്പോൾ അങ്ങ് സുഖത്തിൻ്റെ പാരമ്യതയിലെത്തി, അല്ലെങ്കിൽ ഞാനിപ്പോൾ സന്തോഷത്തിന്. അങ്ങനെയാണ് ശരിക്കും ഈ ഡ്രഗ്സൊക്കെ കഴിക്കുന്നവർ, മദ്യം കഴിക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ആ സന്തോഷം എന്നൊക്കെ പറയുന്നത് ആ ഒരു നൈമിഷികമായിട്ടുള്ള, ആ താൽക്കാലികമായിട്ടുള്ള സുഖത്തിൻ്റെ ആ ഒരു മെച്ചത്തിലാണ് അവർ നിന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അടുത്ത നിമിഷം അത് അവരെ കൊല്ലും. അതിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. പിന്നെ അതിൻ്റെ പുറത്തെ പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്യാൻസർ വന്നിട്ട് ഇങ്ങനെ വല്ലാത്ത പടമുള്ളത്. അത് പടം ക്ലിയർ ഒന്നും അല്ലാത്തത് കൊണ്ടായിരിക്കും അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല, വലിച്ചു കൂട്ടുകയും കുടിച്ചു തീർക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇത് അറിഞ്ഞിട്ടും എന്ത് ചെയ്യുകയാണ്? ഈ നാശത്തിലേക്ക് തന്നെ പോവുകയാണ്. കാരണം നമ്മളെ എന്തോ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെയായത്. അതെല്ലാം ഒരു താൽക്കാലിക സന്തോഷം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് ഇവിടെ വരികയാണ്. കർത്താവ് വന്നേച്ച് പറയുകയാണ്, നിങ്ങൾ ഇതുവരെ അനുഭവിച്ച സന്തോഷം, ശലോമോൻ അനുഭവിച്ച സന്തോഷത്തിൻ്റെയൊക്കെ അപ്പുറത്ത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ശലോമോൻ്റെ വാക്കുകൾ കേൾക്കാൻ അങ്ങ് ശേബാരാജ്ഞി ദൂരത്തു നിന്ന് വന്നു, ഇവിടെ ഇതാ എൻ്റെ കർത്താവിനെ കാണേണ്ടത് ശലോമോനേക്കാളും വലിയവനായിട്ടാണ്. ശലോമോൻ്റെ യോനയുടെ പ്രസംഗം കേട്ടിട്ട് നിനവേക്കാർ മാനസാന്തരപ്പെട്ട്, ഇവിടെ ഇതാ യോനയേക്കാളും വലിയവൻ വന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നത് എൻ്റേത് നിങ്ങൾക്ക് തരാനാണ്. അങ്ങനെയാണ് ആ വാക്യം പറയുന്നത്. സന്തോഷം മാത്രമല്ല, ജീവനായാലും അങ്ങനെ, ആത്മാവായാലും അതെ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരാനാണ് വന്നത്. എൻ്റെ സന്തോഷം, ആ വാക്യം അങ്ങനെയല്ലേ വായിക്കുന്നത്, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും അങ്ങനെ മാത്രമേ നിങ്ങളുടെ സന്തോഷം
പൂർണ്ണമാണ്. നമ്മുടെ സന്തോഷം എന്നുള്ളത് നമ്മളെ ഇങ്ങനെ ഒന്ന് കൊതിപ്പിച്ച സാധനമാണെന്നേ. സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോയെന്ന്. അതുകൊണ്ടാണ് ഈ രക്ഷയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ മേശയൊക്കെ അനുഭവിക്കുമ്പോഴും അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ഉടമ്പടിയിലും മറ്റും നമുക്ക് ആ സന്തോഷം അങ്ങോട്ട് ലഭിച്ച് അതിൻ്റെ ഒരു രുചി അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമാകണമെങ്കിൽ എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം അങ്ങനെ പൂർണ്ണമാകാൻ വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. കർത്താവ് ഇവിടെ വന്നതിനെക്കുറിച്ച് പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്നു, പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനായിട്ട് ഇവിടെ വന്നു. എൻ്റെ പാപങ്ങൾ നമ്മൾ രാവിലെ കേട്ടതും അങ്ങനെ തന്നെയാണ്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ എൻ്റെ യേശു ഇവിടെ ഇറങ്ങി വന്നത് എൻ്റെ അകൃത്യത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാനാണ്. എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അല്ലെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എൻ്റെ പാപമായിരുന്നു. പാപം നിമിത്തം പാപബോധത്താലും കുറ്റബോധത്താലും ശിക്ഷയെക്കുറിച്ചുള്ള ഭയത്താലും സകല മനുഷ്യരും മനസാക്ഷിയും ഭയപ്പെട്ട് തന്നെയായിരിക്കുന്നത്. അതുകൊണ്ട് മരണത്തെ പേടി നമുക്ക്. സകല മനുഷ്യരും മരണത്തിൻ്റെ മുമ്പിൽ ആലില പോലെ വിറയ്ക്കുക പ്രിയപ്പെട്ടവരെ. അവൻ എങ്ങനെ മരണം മാറ്റി നിർത്താമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞു വന്നതും അതാണ്. ഈ പാപത്തിൻ്റെ ഫലമായ മരണത്തെ ജയിച്ച് കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് വന്നത്. അതാ ഈ മേശ പറയുന്നത്. കേവലം ഒരു മരണമാണ് പാപത്തിൻ്റെ ശിക്ഷയെന്ന് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെയാണെങ്കിൽ സകല മനുഷ്യരും പാപം ചെയ്തവരാണ്. അതുകൊണ്ട് സകല മനുഷ്യരും മരിക്കുമ്പോൾ അവരുടെ പാപത്തിൻ്റെ പരിഹാരമായല്ലോ. അങ്ങനല്ലേ? ഇപ്പം ഞാനൊരു കുറ്റം ചെയ്തു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പാപം അങ്ങനെയാണേ മോചിക്കണം. ഇല്ല, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി. അപ്പോൾ പാപത്തിൻ്റെ മരണം ഫിസിക്കൽ ഡെത്ത് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് എന്നേക്കുമായിട്ടുള്ള അകൽച്ച. അതാണ് പറഞ്ഞത് നമ്മളോട്. അത് വരിക്കാൻ എൻ്റെ കർത്താവ് ഇവിടെ ഇറങ്ങി വന്നെന്നാണ് പറഞ്ഞേ. നമ്മൾ കാണുന്നത് പോലെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ഫിസിക്കലായിട്ടുള്ള ഡെത്ത് അല്ല. സത്യത്തിൽ ഏറ്റവും ദാരുണമായിട്ടുള്ളത് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് താനൊന്ന് നിമിഷം. അതാ 9-ാം മണി നേരത്ത് ദേശം എല്ലായിടത്തും ഇരുട്ട് വ്യാപരിച്ചപ്പോൾ എൻ്റെ ദൈവമേ നീ എന്നെ ലമ്മാ ലമ്മാ ശബക്താനി എന്ന് പറഞ്ഞു. ആ വാക്കുകൾ എന്താണെന്നറിയാമോ? യേശു കർത്താവ് ആദ്യമായിട്ടും അവസാനമായിട്ടും ദൈവമേ എന്ന് വിളിച്ചത് അവിടെ വെച്ചാണ്. അതിന് പ്രത്യേകത നിങ്ങൾക്കറിയാമോ? യേശു കർത്താവ് തൻ്റെ പിതാവേ എന്നല്ലാതെ വിളിക്കുന്നില്ല. ആ ക്രൂശിൽ വെച്ച് മാത്രം വിളിച്ചത് എന്തോന്നറിയാമോ? ദൈവമേ എന്നാ. എന്താ കാര്യം? എനിക്ക് നിങ്ങൾക്കും ദൈവമേ എന്ന് വിളിക്കാനേ യോഗ്യത ഉണ്ടായിരുന്നുള്ളൂ. കാരണം പാപം ചെയ്തതുകൊണ്ട്. നമ്മുടെ പാപം എൻ്റെ കർത്താവിലേക്ക് അങ്ങ് ചുമത്തിയെന്നാണ് തിരുവചനം പറയുന്നത്. പാപം ചുമത്തപ്പെട്ടവനായി പാപമാക്കി. പാപം ചെയ്തില്ല എൻ്റെ കർത്താവ്, പക്ഷേ എൻ്റെയും നിങ്ങളുടെയും പാപം യേശുവിൻ്റെ മേൽ വെച്ചപ്പോൾ യേശുവിന് പിതാവേ എന്ന് വിളിക്കാൻ, നമ്മളെ പോലെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ വെച്ച് വിളിച്ചു, ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന്. എൻ്റെ കർത്താവിൻ്റെ ആ മാറ്റമില്ലേ? അതായത് ആ ചേർന്നിരുന്ന ബന്ധത്തിൽ നിന്ന് മാറുക. പാപമറിയാത്ത എൻ്റെ യേശുവിനെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം പാപമാക്കിയിട്ട് അവൻ്റെ ജഡത്തിൽ ആ ശിക്ഷ മുഴുവൻ ഏറ്റെടുക്കുമ്പോൾ അവൻ ദൈവമേന്നേ വിളിക്കാൻ പറ്റുകയുള്ളൂ. ആദ്യമായിട്ടും അവസാനമായിട്ടും വിളിച്ചേ. അതുവരെ വിളിച്ചിരുന്നത് പിതാവേ എന്നാണ്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവമേ എന്ന് വിളിച്ചത് കൊണ്ട് നമുക്കിന്ന് ഈ സർവശക്തനായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനായിട്ട് പദവി ലഭിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ്റെ മരണം നേരത്തെ കേട്ടതുപോലെ എൻ്റെ അകൃത്യത്തിന് വേണ്ടി യേശു മരിച്ചെന്നറിയുന്നവന് ഈ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായി തീരുകയാണ്. യേശുവിനെ ഞാൻ അങ്ങനെ കൈക്കൊള്ളുമ്പോൾ അതാണ് ക്രൂശിൽ നടക്കുന്നത്. അതിനായിട്ടാണ് യേശു അങ്ങനെയാണ് ഈ സന്തോഷം നിങ്ങളിൽ ഇരിക്കേണ്ടതിന് ഞാനിത് സംസാരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലുമുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞു. സന്തോഷം അല്പം അനുഭവിച്ചവൻ അപേക്ഷിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞു. എൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു മനസ്സിലായോ? സന്തോഷത്തിൻ്റെ ഒരു ഗ്ലിംസ് ഒക്കെ ഒരു നമുക്കൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ചെന്നാൽ, അലുവ വാങ്ങിക്കാൻ ചെന്നാൽ അതിൻ്റെ ഒരു സാമ്പിൾ ആദ്യം തരും. മാങ്ങയൊക്കെ ഇപ്പോൾ മറ്റേ പുറത്തൊക്കെ വെച്ചിരിക്കുന്നതാണ്, അവരൊന്ന് പൂളിത്തരും. പിന്നെ വലിയ മാങ്ങക്കടയല്ല, വഴിയറമ്പിലൊക്കെ ഉള്ള മാങ്ങാണ്. ഒരെണ്ണം മുറിച്ച് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു അറ്റം രുചി തന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ എൻ്റെയും നിങ്ങൾക്കും ഈ രക്ഷയുടെ സന്തോഷം നമുക്കൊന്ന് തന്നിട്ട് പറയുക, അപേക്ഷിക്കണമെന്ന്. കണ്ട കാര്യത്തിന് വേണ്ടിയൊന്നും അല്ല അപേക്ഷിക്കേണ്ടത്, ഇതിനപേക്ഷിക്കണം. ഇതിനപേക്ഷിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് സന്തോഷം പൂർണ്ണമാകും വണ്ണം ലഭിക്കും. നല്ലൊരു ഉദാഹരണം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്ത് ഒരാൾ അദ്ദേഹത്തോട് ഭിക്ഷ ചോദിച്ചെന്ന് പറയുന്നുണ്ട്. ഭിക്ഷ ചോദിച്ച സമയത്ത് അദ്ദേഹം ഇതോട് പറഞ്ഞു, കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഈ സ്വർണ്ണ നാണയങ്ങൾ
കൊണ്ടുവന്ന് അതിൻ്റെ ഭണ്ഡാരം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഇയാളോട് പറഞ്ഞു, ഇയാളുടെ മടി എന്ന് പറയും, മടി എന്ന് വെച്ചാൽ തുണി, മടിയുണ്ടല്ലോ, മടി പിടിക്കാൻ പറഞ്ഞു. ഈ മടിയിലോട്ട് ഈ സ്വർണ്ണ നാണയങ്ങൾ ഇടാൻ തുടങ്ങി. 1 ഇട്ടു, 2 ഇട്ടു, 3 ഇട്ടു, ഇങ്ങനെ ഇട്ടിട്ട് തീർന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളുടെ മടി തികഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, മതി പ്രഭോ. അലക്സാണ്ടർ പറഞ്ഞ മറുപടിയെക്കുറിച്ച് പറയുന്നത് എന്തുവെന്നറിയാമോ? നിനക്ക് മതിയായി കാണും, പക്ഷേ അലക്സാണ്ടർക്ക് മതിയായിട്ടില്ല. കാരണം അലക്സാണ്ടർ എന്തെങ്കിലും തന്നാൽ അലക്സാണ്ടറിൻ്റെ നിലവാരത്തിലേ തരത്തുള്ളൂ. 1ഉം 2ഉം തരാനല്ല, ഞാൻ ചക്രവർത്തി ആയിരിക്കുന്നവൻ, ലോകത്തെ മുഴുവൻ കീഴടക്കിയവനായ ചക്രവർത്തിക്ക് അവന് തൃപ്തിയാകുവോളം തരണമെന്ന് പറഞ്ഞിട്ട് അവനെ എന്ത് പറഞ്ഞു ധാരാളമായിട്ട് കൊടുത്തെന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അതുപോലെ ഇവിടെ പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ എൻ്റെ ദൈവം തൻ്റെ നിലവാരത്തിൽ നമ്മുടെ മേലേക്ക് തരും. ഹല്ലേലൂയ. അതുകൊണ്ട് D.L. മോഡിയെക്കുറിച്ചൊക്കെ പറയുന്നൊരു കഥയുണ്ട്. അദ്ദേഹമൊക്കെ താൻ നന്നായിട്ട് സുവിശേഷം പറയുമായിരുന്നു. അങ്ങനെ സുവിശേഷം പറയുമെങ്കിലും ഒരു ആത്മശക്തി കുറവായിരുന്നു. നന്നായിട്ട് കാര്യങ്ങൾ കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 സഹോദരിമാർ ഇദ്ദേഹത്തെക്കുറിച്ച് ആത്മശക്തി പ്രാപിച്ചവരായ 2 സഹോദരിമാർ കർത്താവിൻ്റെ സന്നിധി പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ ദാസൻ D.L. മോഡി നന്നായിട്ട് വചനമൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഒരു ആത്മശക്തി ഇല്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, അദ്ദേഹത്തെ നിറയ്ക്കണമേ എന്ന് 2 പേര് പ്രാർത്ഥിച്ചാണ്. ഇദ്ദേഹം ഒരു ദിവസം നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇദ്ദേഹത്തിന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുകയും, ഈ ഭവനത്തിലാണെന്ന് തോന്നുന്നു, അതോ അതിൻ്റെ ഓപ്പോസിറ്റാണോ, ആ വീട്ടിൽ ചെന്നേച്ച് പറഞ്ഞു, എനിക്കൊരു അല്പസമയം പ്രാർത്ഥിക്കാൻ ഒരു മുറി തരാമോ. ആ മുറിയിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങുകയും അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു, മതി കർത്താവേ, ഞാൻ ഇനി മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അതുപോലെ ആത്മശക്തി തൻ്റെ മേൽ പ്രവഹിക്കാനിടയായി. പിന്നീടുള്ള തൻ്റെ പ്രസംഗങ്ങൾ വ്യത്യാസമായെന്നാണ് ചരിത്രം പറയുന്നത്. അതൊരു കഥയല്ല കേട്ടോ. ഞാൻ പറയുന്നത്, നാം ഓരോരുത്തരും ഇത് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പുൾപിറ്റിൽ വെച്ച് നിന്ന് വചനം പറയുമ്പോൾ ആത്മശക്തിയുടെ പ്രവാഹം നമ്മുടെ മേൽ വന്നിട്ട് നമ്മൾ പറയാനല്ലാതെ ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്ദേശിച്ച് നമ്മളെ കൊണ്ടുപോകുന്നത് കാണാം, ആത്മാവിനാൽ അങ്ങനെ നടത്തപ്പെടുന്നത് കാണാം. ഇത് സത്യമാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നിങ്ങൾ അപേക്ഷിപ്പീൻ, ദൈവത്തിൻ്റെ നിലവാരത്തിൽ നിങ്ങളുടെ മേലേക്ക് തരും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ദൈവത്തിന്റെ നിലവാരത്തിൽ എനിക്ക് സന്തോഷം പൂർണ്ണമാകത്തക്കവണ്ണം തരണമേ എന്ന് അപേക്ഷിച്ചിട്ടുണ്ടോ? നമ്മൾ കണ്ടതും കേട്ടതുമായ ചില കാര്യങ്ങൾ, ഇക്കിളിപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് പ്രവചിച്ചേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃപാവരങ്ങളാൽ ശുശ്രൂഷിച്ചേക്കാം എന്നൊക്കെ ചിന്തിച്ചല്ല, പകരം ദൈവമേ, അങ്ങയുടെ നിലവാരത്തിൽ ആത്മശക്തി എൻ്റെ മേലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കാൻ, അത് അപേക്ഷിക്കാൻ പറഞ്ഞത്. സന്തോഷം, ധാന്യം, വീഞ്ഞും ഒക്കെ വർദ്ധിച്ചതിനേക്കാൾ അധികം സന്തോഷം കൊണ്ട് നിറയ്ക്കാനിടയായി തീരും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇന്ന് വരെ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിക്കേണ്ടതുപോലെ അപേക്ഷിക്കണം കേട്ടോ. പണ്ടാരണ്ട് പറഞ്ഞ പോലെ അപേക്ഷിക്കാൻ പറഞ്ഞുടനെ എഴുന്നേറ്റ് നിന്ന് അപേക്ഷിക്കുന്നതല്ല ഇത്. പകരം എന്ത് ചെയ്യുക? ഇത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അപേക്ഷിക്കേണ്ടത് തന്നെ അപേക്ഷിക്കണം. വെറുതെ ചോദിക്കുകയല്ല, പകരം ഈ സന്തോഷം പൂർണ്ണമാകത്തക്കവണ്ണം ദൈവത്തിൽ നിന്ന് ലഭിക്കാനിടയായി തീരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ശൗലിൻ്റെ ഒക്കെ ഒരു ഉദാഹരണമുണ്ട്. കഴുത നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഈ ശൗല് അന്വേഷിച്ച് ചെല്ലുന്നത്. തൻ്റെ അപ്പൻ്റെ കഴുത നഷ്ടപ്പെട്ടത് കൊണ്ട് ഈ ശൗല് പോയി കഴുത അന്വേഷിച്ച് അവസാനം എത്തുന്നത് ഈ ശമൂവേൽ പ്രവാചകന്റെ അടുക്കലാണ്. ശമൂവേൽ പ്രവാചകന്റെ അടുക്കൽ, സത്യത്തിൽ ശമൂവേൽ പ്രവാചകൻ ഈ ശൗലെന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നത് രാജസ്ഥാനമാണ്. താൻ അന്വേഷിക്കുന്നതോ നഷ്ടപ്പെട്ട പലപ്പോഴും നമ്മുടെ അവസ്ഥയും ഇത് തന്നെ ആയിരിക്കും. കർത്താവ് നമ്മളെക്കുറിച്ച് വമ്പൻ കാര്യങ്ങളാണ്, നമുക്ക് അത്രയൊന്നും വേണ്ട. പക്ഷെ കർത്താവ് ഇവിടെ വെച്ച് പറയാ, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനായിട്ട് ഞാനിത് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ നിങ്ങൾ അപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. എൻ്റെ കർത്താവെ, ഞാൻ ആ ടെസ്റ്റ് പീസ് ചെറുതായിട്ട് ഞാനൊന്ന് രുചിച്ച് നോക്കി, പക്ഷേ എനിക്ക് ആ സന്തോഷത്തിൻ്റെ പരിപൂർണത ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ലേഖനം എഴുതുമ്പോഴും യോഹന്നാൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ 1:4 പറയുന്നുണ്ട്, നിങ്ങളുടെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹവും ദൈവവചനത്തിൻ്റെ ഒരു പൊരുളെന്ന് പറയുന്നത് നമ്മളുടെ സന്തോഷം പൂർണ്ണമാകണമെന്നാണ്. അനുഭവിച്ച രക്ഷയുടെ സന്തോഷം അനുഭവിച്ചവരായ നമ്മൾ അത് നഷ്ടപ്പെട്ടു പോകണമെന്നല്ല, അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അപേക്ഷിക്കണം. അതിനുവേണ്ടി ഇത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എഴുത്ത് വായിച്ചാൽ നിങ്ങളുടെ സന്തോഷം, അങ്ങനല്ലേ? എഴുതിയിരിക്കുന്നത് വായിച്ചാൽ, എഴുതിയത് തന്നെ നിങ്ങൾക്ക് സന്തോഷം അത് വായിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ എൻ്റെ സന്തോഷം പൂർണ്ണമാകണം. ഇനി വായന അറിയാത്തവർ അത് ധ്യാനിച്ചാലും മതി എന്താ. അതുകൊണ്ടാണ് പറയുന്നത്, അവിടെ 2 യോഹന്നാനിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതുന്നത് അറിയാം? ഒരു അധ്യായമേ ഉള്ളൂ അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾക്ക് എഴുതുവാൻ പലതും എൻ്റെ കയ്യിൽ ഇനിയുണ്ട്, എങ്കിലും ഞാൻ കടലാസിലും മെഷീൻ കൊണ്ടല്ല എഴുതുവാൻ എനിക്ക് മനസ്സില്ല. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിക്കാൻ ആശിക്കുന്നു. എൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ കർത്താവിൻ്റെ സന്തോഷം നമ്മളെ ആയിരിക്കാനായിട്ട് കർത്താവ് നമ്മളോട് സംസാരിച്ചു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു, നിങ്ങൾ അപേക്ഷിക്കണം. ഇനി ഇവിടെ പറഞ്ഞ എന്താണെന്നറിയാമോ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കൂട്ടായ്മ ആചരിക്കണം എന്നാ കേട്ടോ.
നമ്മളിന്ന് ഈ സൂം പ്ലാറ്റ്ഫോമൊക്കെ വന്നതുകൊണ്ട് സൂം മതി എന്ന് വെച്ചേക്കാം. അല്ലല്ല, നിങ്ങൾ തമ്മിൽ വരുമ്പോൾ, മുഖാമുഖമായി സംസാരിക്കുമ്പോൾ ഈ സന്തോഷം നമുക്ക് പൂർണ്ണമാകും. അത്ര അങ്ങോട്ട് സന്തോഷം വന്നില്ലെന്ന് തോന്നുന്നു, കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ എഴുതിയും കാണാതെ പഠിച്ചത് പറഞ്ഞുമല്ല, പകരം നമുക്ക് തമ്മിൽ ഒന്നിച്ച് മുഖാമുഖമായി കാണുമ്പോൾ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നാണ് പറഞ്ഞത്. ഇതാണ് ശരിക്കും നമ്മുടെ സന്തോഷം അനുഭവിച്ചതിൻ്റെ. അതുകൊണ്ടാണ് ഈ ആദിമസഭയിൽ അവർ 1-ാം നൂറ്റാണ്ടിൽ നമ്മൾ വായിക്കുന്നത് 4-ാമത്തെ അധ്യായത്തിലുണ്ട്. ഈ പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് 42-ാമത്തെ വാക്യം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം. അത് കണ്ട് പിന്നെന്ത് ചെയ്തു? അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു, കൂട്ടായ്മയും ആചരിച്ചെന്നാണ്. 4 കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നത് ദൈവത്തിൻ്റെ വചനത്താൽ. ദൈവത്തോട് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിച്ച വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്തു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന ആ പ്രാർത്ഥനയിൽ കൂടെ ലഭിക്കുന്നത് സന്തോഷമാണ്. ഇനി പറയാണ്, മുഖാമുഖമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. സത്യത്തിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതൊക്കെ തന്നെ ഉണ്ടോ നമുക്ക്? ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ മതപരമായ ആചാരത്തിലേക്ക് പോയെന്ന് അതിൻ്റെ അർത്ഥം. അതായത് ദൈവജനത്തിൻ്റെ കൂടെ ഒന്നിച്ച് എനിക്കൊരു കൂട്ടായ്മ ആചരിക്കുമ്പോൾ ആരെന്നും എന്തെന്നും ഒന്നുമില്ലെന്ന് വലിയൊരു സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. അതാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതോ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 7 അയലത്ത് ഞാൻ വരുമില്ലായിരുന്നു. നമ്മളവരെ ജ്ഞാനക്കൊട്ടിപ്പാട്ടുകാരെന്ന് പറഞ്ഞിട്ടില്ല, എങ്കിലും പൊതുവെ ജനങ്ങൾ പറയുന്നത് എനിക്കത് അറിയത്തോലും ഇല്ലായിരുന്നു, ഇവർ കൈയടിക്കുമെന്ന്. അത്രയ്ക്ക് ദൂരത്തിൽ നിന്നിരുന്ന ഞാൻ. പക്ഷേ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൽ പരം ഒരു സന്തോഷമുണ്ടെങ്കിൽ. ഞാനൊക്കെ ഒരു പ്ലഷർ സീക്കർ തന്നെയായിരുന്നു, എന്നും പ്ലഷർ. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണെന്നാണ് സത്യം. ഇനി നമുക്ക് അങ്ങനെ അല്ലെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനൊക്കെ ശരിക്കും പ്ലഷർ സീക്കറായിരുന്നു. എനിക്ക് സന്തോഷമുള്ളിടത്തേ ഞാൻ പോകത്തുള്ളൂ. ഒന്ന് ആലോചിച്ചു, ഞാൻ ഇവിടെ തന്നെ പല മുഖം കണ്ടിട്ടല്ലെങ്കിലും പല ആളുകളെ ആയിരിക്കും, ഇവർക്ക് എന്ത് പ്രശ്നം, ആര് നിർബന്ധിച്ചു ഇവരുടെ ഇവിടെ വരാൻ? ഞാനൊരാളെ പ്രലോഭിച്ചിട്ടില്ല, ഒരാളെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, സന്തോഷമുണ്ടെങ്കിലേ നമുക്ക് വരാൻ പാടുള്ളൂ. ഒരു കുഞ്ഞുങ്ങളെ പോലും നിർബന്ധിക്കരുതെന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ്. അവരെ പിടിച്ച് കെട്ടിവെച്ചിട്ട് ആടിനെ പട്ടിയാക്കാൻ പറ്റത്തേയില്ല പ്രിയപ്പെട്ടവരെ. അതിനേക്കാളും നല്ലത് എൻ്റെ അകത്ത് ക്രിയ നടക്കുമ്പോൾ ഇതെനിക്കൊരു സന്തോഷമായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ഈ മാരണം എപ്പോൾ തീരും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്തിനാര് നിർബന്ധിച്ചു? നിങ്ങളുടെ മനസാക്ഷി തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ചുമ്മാ ഇവിടെ വരിക്കുന്നത് കൊണ്ടോ, ഇനി നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടോ, നിങ്ങൾ 3 നേരം പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവർ. കർത്താവ് നമ്മുടെ അകത്ത് ഈ രക്ഷയുടെ സന്തോഷം രുചിപ്പിച്ചിട്ടുണ്ട്. ഈ സന്തോഷം എനിക്ക് അധികമായിട്ട് ലഭിക്കാനുള്ള ത്വരയില്ലെങ്കിൽ മതത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകും. അതുകൊണ്ടാണ് അവർ പലപ്പോഴും നമ്മൾ ഈ വിട്ടുപോകുന്നതിനെ ഓർത്തെങ്കിൽ അവർ മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. അത് നമുക്ക് ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് നല്ല പരിചയമാണ്, ചിരപരിചിതമായ കാര്യങ്ങളായിരുന്നു. സമുദായത്തിൽ പോവുക, അവിടുത്തെ ആരാധനാ രീതികൾ, അല്ലെങ്കിൽ അവിടുത്തെ മെത്തേഡുകൾ നമ്മുടെ മുമ്പിലുള്ള ഒരു ഗൈഡ് ലൈൻ അത് മാത്രമേ ഉള്ളെങ്കിൽ സാവധാനം നമ്മൾ അതിലേക്ക് പോയി തൃപ്തി അടയും. എന്നാൽ രക്ഷയുടെ സന്തോഷം, അതാണ് പാപം ചെയ്തപ്പോൾ ദാവീദ് 51-ാം സങ്കീർത്തനത്തിലൊക്കെ പറയുന്നത് എന്തെന്നറിയാമോ? എൻ്റെ കർത്താവേ, എൻ്റെ സന്തോഷം എനിക്കൊന്ന് തിരിച്ചു തരണമേ എന്നാണ് പറയുന്നത്. സന്തോഷം എനിക്കൊന്ന്, ഏത് സന്തോഷമാണ്? ലാഫിംഗ് ഗ്യാസ് അടിച്ച സന്തോഷമല്ല, സമ്പത്ത് കിട്ടിയ സന്തോഷമല്ല, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. പാപം ചെയ്യുമ്പോൾ പോവും. ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപം ചെയ്താലും ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടാലും ഞാൻ എന്താ പറയണേ, ആചാരാനുഷ്ഠാനങ്ങൾ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു വ്യാജ സംതൃപ്തി കിട്ടും. സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും. അതൊക്കെ പോയിട്ടെന്നേ കാലം കഴിഞ്ഞു. എല്ലാം ഉണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. ഞാൻ വിസ്താര ഭയത്താൽ അതിലൊക്കെ ഒന്നും പോകുന്നില്ല. കാരണം നമ്മൾക്ക് പുറമേ ഉള്ളതൊക്കെ ഒന്ന് ശരിയാക്കി നാട്ടുകാരെയൊക്കെ ഒന്ന് ബോധിപ്പിച്ചേച്ചാൽ മതി. കാരണം അവിടുന്ന് പുറപ്പെട്ട് വരികയും ചെയ്തു, അങ്ങോട്ടൊത്ത് എത്താനും പറ്റത്തില്ല, തിരിച്ചു പോകാൻ വയ്യ. ഇന്ന് ഒരുപാട് പേര് ധൈര്യം സംബന്ധിച്ച് തിരിച്ചു പോകുന്നുണ്ട്, ധൈര്യം സംഭരിച്ച്. അവിടുന്ന് പുറപ്പെട്ടപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ വലിയ നാണം കേട്, എൻ്റെ ഈഗോയുടെ പ്രശ്നം, അതുകൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ പറ്റിക്കൂടി നിൽക്കുക. അങ്ങനെ ഇല്ലത്തൊന്ന് പുറപ്പെടുകയും ചെയ്യും. കൊല്ലത്തൊട്ട് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നൊരു ഇതാണ്, കൊല്ലത്തിന് പുറപ്പെട്ടതാ, പക്ഷേ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്ത് കൊല്ലത്തൊട്ട് എത്തിയതും ഇല്ലെന്ന് പറഞ്ഞ പോലെ. അങ്ങനെയല്ല, രക്ഷയുടെ സന്തോഷം രുചിച്ചറിഞ്ഞെങ്കിൽ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്താനുള്ള വകുപ്പുകളാണ് കർത്താവ് ഇവിടെ തന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് അവിടെ വെച്ച് പറഞ്ഞിരിക്കുകയാണ്, ഈ കർത്താവിൽ നമ്മൾ ഇതിൻ്റെ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം
4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കർത്താവിൽ സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ, എന്ന് വെച്ചാൽ പിന്നെയും പറയുമെന്ന് പറഞ്ഞാൽ ഇത് അനിയന്ത്രിതമായിട്ട് പോകുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് നോക്കിയേ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ, എന്ന് വെച്ചാൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ രണ്ട് സൈഡിൽ കണ്ണാടി വെച്ച് നോക്കിയതുപോലെ അതിങ്ങനെ അനന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞു. നെല്ലിങ്ങനെ അനന്തം. സന്തോഷിപ്പീൻ എല്ലാം ഇപ്പോഴും. ഇത് എപ്പോഴാണ് എഴുതിയെന്നറിയാവോ? ഇത് ആരെഴുതിയാണെന്നറിയാമല്ലോ. ഇദ്ദേഹം എവിടെ വെച്ച് എഴുതിയാണെന്നറിയാവോ? ജയിലിൽ എങ്ങനെ കിടന്നതെന്നറിയാവോ? ആമത്തിലിട്ട് പൂട്ടിക്കിടക്കുകയും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വയ്യാതെയും ഇരിക്കുന്ന സമയത്ത് എഴുതിയതാണ്. ഇത് വെറുതെ എഴുതിയതാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതിനെയൊക്കെ കവിയുന്ന ഒരു സന്തോഷത്തെക്കുറിച്ചാണ് ഈ പറയണേ. ഞാൻ മുമ്പേ പറഞ്ഞതും അതുകൊണ്ടാണ്. കാരണം പ്രിയപ്പെട്ടവർ, നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞാൽ ചിരിക്കുന്ന മുഖമാണ് സന്തോഷിക്കുന്നതെന്ന് നമ്മുടെ വിചാരം. ചിരിച്ചോ സന്തോഷിച്ചോ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഹൃദയത്തിൻ്റെ ഭാവം മുഖത്ത് പ്രദർശിക്കട്ടെ. മുഖം മനസ്സിൻ്റെ കണ്ണാടിയൊക്കെ നിങ്ങൾക്ക് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നല്ല കാര്യം, ചിരിക്കാൻ പറ്റുമെങ്കിൽ ചിരിച്ചാട്ടെ. പക്ഷേ അതിനെയൊക്കെ കവിയുന്ന ഒരു സന്തോഷമുള്ളതുകൊണ്ടാണ് പറഞ്ഞ കർത്താവിൽ എപ്പോഴും. കാരണം നമ്മുടെ കർത്താവ് ജീവനുള്ള കർത്താവാണ്. ഞാൻ ജയിലിൽ കിടന്നാലും, ഞാൻ എവിടെ കിടന്നാലും, ഞാൻ ഏത് കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് മരണനിഴൽ താഴ്വരയിലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടാത്തതിൻ്റെ കാരണം എന്താ? അവൻ എന്നോട് കൂടെ ഉണ്ടെന്ന്. ആ ഒരു പിരിയാബന്ധത്തിൽ എനിക്ക് സന്തോഷത്തിൻ്റെ പരിപൂർണത. അവൻ്റെ സന്നിധിയിൽ എപ്പോഴും സന്തോഷത്തിൻ്റെ പരിപൂർണത. ഇത് കർത്താവിൻ്റെ സന്തോഷമാണ്, എൻ്റെ അല്ലെന്നേ. ഈ നമ്മൾ പലപ്പോഴും പലതിനെയും തെറ്റിദ്ധരിക്കുന്നത്. ഇപ്പം സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുന്നത് നമ്മുടെ സ്നേഹമെന്നാണ്. അല്ല പ്രിയപ്പെട്ടവരെ, പകരം ദൈവസ്നേഹം എങ്ങനെയാണ് നമ്മുടെ അകത്തേക്ക് വരും? നമ്മളിപ്പോൾ ഈ സഭയിലൊക്കെ വരുന്നുണ്ട്, ആരുടെയൊക്കെ എന്തെങ്കിലും സ്നേഹത്തോടെ ഇടപെടുമ്പോൾ അവർ വിചാരിക്കും എന്താ ദൈവസ്നേഹം അവരുടെ. ചുമ്മാ താന്നേ, അത് മാനുഷിക സ്നേഹമാണ്. മോസ്റ്റ്ലി അത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ അതെങ്ങനെ അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദൈവസ്നേഹം ഒരു നാളും ഉതിർന്നു പോകത്തെ. മറ്റേതാണെങ്കിൽ പോവും. കാരണം അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടും കൂടെ വേണം. കണ്ടീഷണൽ ലവ് അത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കാണിക്കുന്നതും പ്രകടമാക്കുന്നതുമായ കാര്യങ്ങളൊക്കെ മാനുഷിക സ്നേഹമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ദൈവിക സന്തോഷവുമുണ്ട്, മാനുഷിക സന്തോഷവുമുണ്ട്. അപ്പം ഇങ്ങനെ മാനുഷിക ഭാവങ്ങൾ, ദയ, പരോപകാരം, ഇവയെല്ലാം ആത്മാവിൻ്റെ ഫലമാണെന്ന് നമുക്കറിയാം. ഇതിനെല്ലാം ഒരു മാനുഷ്യഭാവം ഉണ്ടെന്നേ. വേദോത്സവമായിട്ടോ യേശുക്രിസ്തുവുമായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്തവർ എന്തോരം ദയാലുക്കളായ ആളുകളുണ്ടെന്നറിയാം. എന്തോരം കരുണ കാണിക്കുന്ന മനുഷ്യരുണ്ട്, എന്തോരം പേര് സന്തോഷിക്കുന്നവരുണ്ട്, എന്തോരം പേര് സമാധാനം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം മാനുഷികമായ കാര്യമാണെന്ന് തിരിച്ചറിയണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവികമായ കാര്യമാണ്. അതുകൊണ്ടാണ് അത് ആത്മാവിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് പുറമേ കാണുന്നതല്ല, അകത്ത് ലഭിക്കുന്നതായ, അതാണ് ഉള്ളിൽ തരുന്ന സന്തോഷമാണ്, ഉള്ളിൽ തരുന്ന സ്നേഹമായോ. റോമാലേഖനം 5:5 വായിക്കുന്നുണ്ട്, ഈ ദൈവസ്നേഹം ഞങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനല്ല പകരുന്നത്. അതുകൊണ്ടാണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത്. റോമാലേഖനം 14:17 വായിക്കുന്നത് എന്താണെന്നറിയാമോ? 14-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ദൈവരാജ്യം ഭക്ഷണമോ പാനീയവുമല്ല, നീതി, സമാധാനം. ഇതാണ് ഈ സന്തോഷത്തിൻ്റെയും ഉറവിടം പരിശുദ്ധാത്മാവാ. അതുകൊണ്ട് എൻ്റെ സന്തോഷം എനിക്ക് എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ ആത്മാവ് എന്നിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കണം. അത് ദൈവരാജ്യ അനുഭവമാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് സാഹചര്യങ്ങളൊന്നും നന്നാകണമെന്നില്ല. ഹെബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിച്ചു നോക്കിയാൽ എന്തായിരിക്കും അവിടെ എഴുതിയേക്കുന്നത്? അവിടെ ഒന്നും ശരിയല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തുവാ? അത്തിവൃക്ഷം തളിർക്കത്തില്ല, യാതൊന്നും ശരിയല്ലെന്നാ പറയുന്നത് അല്ലേ? എന്തൊക്കെയാ അവിടെ പറഞ്ഞേക്കുന്നേ? അത്തിവൃക്ഷത്തിന്റെ തളിർപ്പില്ല, മുന്തിരിവള്ളിയിൽ അനുഭവമില്ല, ഒലിവുമരത്തിൽ പ്രയത്നം നിശ്ചലമായി പോകും. ഒലിവുമരത്തിൽ നിന്നൊന്നുമില്ല, നിലങ്ങളിൽ നിന്ന് ഒരു ആഹാരവും ഉണ്ടാവില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ലെന്നാണ് സാഹചര്യം. എന്ന് വെച്ചാൽ ഇവൻ്റെ അത്രയും ഗതികെട്ടവനില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അവന് ഒന്നുമില്ലെന്ന്. എന്താ പറഞ്ഞ, ആട്ടുംപാൽ കുടിക്കാൻ പോലും പറ്റില്ല, പശുവിൻ്റെ അടുക്ക ചെല്ലാൻ പറ്റില്ല, നിലത്തിലെ ഏതെങ്കിലും ഒരു ധാന്യം പോലും ഇല്ല. ഇനി മുന്തിരിവള്ളിയുടെ കാര്യം പറയണ്ട, ഇനി ഒലിവ് വൃക്ഷമില്ല, അല്ലെങ്കിൽ അവിടെ പറഞ്ഞ ഇനിയും ഒലിവുമരത്തിൻ്റെ ഇല്ല, അതുപോലെ ഒന്നും ഗുണമില്ല. പക്ഷെ അടുത്ത വാക്യം എന്താ വാക്യം അറിയാം? ഇതാ സന്തോഷം. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഈ ജയിലിൽ കിടന്ന് എഴുതുന്ന ലേഖനത്തിനകത്ത് നിങ്ങളെപ്പോഴും സന്തോഷിക്കാനായിട്ട് പറയുന്നു. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ അതിൻ്റെ 41-ാമത്തെ വാക്യത്തിലൊരു ഭാഗമുണ്ട്. ഇവരെ പിടിച്ച് അടിക്കും, ഈ യേശുവിൻ്റെ നാമത്തിൽ ഇനി പ്രസംഗിക്കരുതെന്ന് പറയും, മിണ്ടിക്കേട്ടേക്കരുത്.
ഇനിയും ഈ ഒറ്റ അടിയും കൊടുത്തേച്ച് പറയാണ്, ഇനിയും നിങ്ങൾ ഈ നാമത്തിൽ സംസാരിക്കരുത്. പക്ഷേ അവിടെ എഴുതിയേക്കുന്നത് എന്താ പറയുക, 51-ാം വാക്യത്തിൽ, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ. എന്നാ സന്തോഷമാണ്. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് പോലും അവര് ഇങ്ങനൊന്നും ആകണമെന്നല്ല, കർത്താവേ മറ്റവൻ്റെ തലയിൽ ഇടുത്തി വീഴണമെന്ന്. പ്രിയപ്പെട്ടവരെ, അതൊക്കെ മാനുഷ്യഭാവമാണ്. കർത്താവ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകേണ്ടതിന് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നത്. ശത്രുക്കളെ നേരത്തെ പറഞ്ഞേക്കുന്ന ശത്രുവിനെ പകയ്ക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നാണ്. പഴയ നിയമത്തിൻ്റെ ഉടമ്പടിയിൽ അത്രയുമേ പറ്റുള്ളായിരുന്നു മനുഷ്യന്. പക്ഷെ ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ നമുക്ക് ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റും, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി. അതാണ് പ്രത്യേകത. അത് ജനനം കൊണ്ടുണ്ടാകുന്ന, ദൈവത്തിൻ്റെ വിത്തകത്ത് വരുമ്പോഴുണ്ടാകുന്ന, നമ്മുടെ സ്വന്തം കഴിവേ അല്ല. അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, ഞാൻ ഇപ്പോൾ വരെയും സ്നേഹിച്ചത് ശത്രുവിനെ പകിക്കുകയും കൂട്ടുകാരനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ലെവലിലേ എത്തിയിട്ടുള്ളൂ. കാരണം ഞാൻ ദൈവത്തിൻ്റെ മകനോ മകളോ ആയിട്ടില്ല എന്നെങ്കിലും തിരിച്ചറിയണം. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ എന്നിട്ട് വേറൊന്നും ചെയ്യാനൊന്നുമില്ല, വലിയ പ്രയത്നങ്ങളൊന്നുമില്ല. ഈ യേശുവിനെ എൻ്റെ കർത്താവായി സ്വീകരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കാൻ എനിക്ക് കഴിയും. അത് ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് അറിയാം, ജനനം നടക്കാതെ ജനിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ ജനനം വളരെ ഫ്രീ ആണ്, മാനസാന്തരപ്പെട്ട യേശുവിനെ കൈക്കൊണ്ടാൽ മതി. യേശുവിനെ കൈക്കൊള്ളുമ്പോൾ സക്കായിക്കുണ്ടായ പോലെ മാറ്റം വരും. അവനവിടെ നിന്നുകൊണ്ട് അവൻ്റെ വിലയേറിയതെന്ന് വിചാരിച്ചതൊക്കെ ചവറെണ്ണം തുടങ്ങുകയാണ്. അവൻ്റെ വാല്യൂ സിസ്റ്റം മാറുകയാണ്. ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ചിന്താഗതി ഉണ്ട്. ഞാൻ ചെന്നില്ലെങ്കിൽ ഇപ്പോൾ എന്നെ തീർന്നു കളയും. ഒന്നുമില്ല. ഈ സന്തോഷം എന്ന് പറഞ്ഞില്ലേ, അപമാനം, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണുകയാൽ അവർക്ക് സന്തോഷം ലഭിച്ചെന്ന്. ഇവിടെയാണ് ആരെങ്കിലും പറയുന്നതും കേട്ടിട്ട് മതം ആചരിക്കുകയല്ല, ശരിയായ രീതിയിലുള്ള ഒരു ഫുൾനെസ് ഓഫ് ജോയ് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ പരിപൂർണത വരികയാണ്. കർത്താവ് അവിടെ പറയുന്നത് ഈ ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലും മറ്റുമാണ് നമുക്ക് ഈ സന്തോഷം ലഭിക്കുന്നത്. അപ്പോൾ ഈ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ ദൈവത്തോടുള്ള സമത്വം ഒന്നും മുറുകെ പിടിക്കാതെ ഇറങ്ങി വന്നേ. എന്നിട്ട് കർത്താവ് ഈ സന്തോഷിച്ച് പറയുന്നതും മറ്റും പറയുന്നതിന് കർത്താവ് തന്നെ പറഞ്ഞു തന്നൊരു കാര്യങ്ങളുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15:10 അവിടെ പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കുമെന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. അതായത് താൻ ഈ ഭൂമി ജീവിച്ചപ്പോൾ ആ വേർപാട്, അതുകൊണ്ടാണ് ദൈവമേ എന്ന് വിളിച്ചതുപോലും. എന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞത് അതാ. ഇവിടെ വന്നപ്പോഴും വേറെ കുഴപ്പമൊന്നുമില്ല. മനുഷ്യനായി പിറന്ന യേശുവിൻ്റെ ഈ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ. അതുകൊണ്ടാണ് ഈ അനുസരണം എന്ന് പറയുന്നത് നമ്മൾക്ക് സ്ഥായിയായ ഭാവം അനുസരണക്കേടാ. അനുസരണക്കേട് നമ്മളെ പഠിപ്പിക്കേണ്ടെന്ന് ആരും. അതുകൊണ്ടാണ് അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവെന്ന് എഫെസ്യ ലേഖനത്തിൽ പറയുന്നത്. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, അത് പണ്ട് ഞങ്ങളിൽ വ്യാപരിച്ചിരുന്നതാണ്. ഇപ്പോഴും അതിനാണോ കീഴ്പ്പെട്ടിരിക്കുന്നത്? അതുകൊണ്ട് ഈ കർത്താവ് നമ്മുടെ മുമ്പിൽ ഈ ചില കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടിടും. ഒബീഡിയൻസാണ് പ്രതീക്ഷിക്കുന്നത്. ഉടനെ നമുക്കതിന് 100 എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഞാനതങ്ങ് മാറ്റി വെക്കും. അവിടെ ഡിസൊബീഡിയൻസ് തുടങ്ങി. പ്രിയപ്പെട്ടവർ, കർത്താവ് വന്നേച്ച് നമ്മളിപ്പം ഈ കുട്ടികളുടെ അനുസരണമൊക്കെ പഠിപ്പിക്കാനായിട്ട് നമ്മളിപ്പം ഐസ്ക്രീം കൊടുത്തേച്ച് ആണോ നമ്മൾ സാധാരണ അനുസരണം പഠിപ്പിക്കുന്നത്? ഈ ഐസ്ക്രീം ഒന്ന് തിന്നാമോ എന്ന് ചോദിക്കുമോ നിങ്ങൾ? ഐസ്ക്രീം തിന്നാമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ തിന്നു. എന്തോ അനുസരണം ഞങ്ങളുടെ കുഞ്ഞിന് എന്നാലും പറയുമോ? ഞാൻ പറഞ്ഞു മനസ്സിലായി. ഐസ്ക്രീം തിന്നാനായിട്ട് ഞാൻ പറഞ്ഞു തീരണ്ട അതിനു മുമ്പ് അവൻ ഐസ്ക്രീം തിന്നു. എന്തോ അനുസരണം. അനുസരണം എവിടെയാ പ്രിയപ്പെട്ടവരെ? ചിലത് നിഷേധിക്കുമ്പോഴാ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിശോധിച്ച് നോക്കിയാൽ മതി. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന് അനുസരണക്കേട് കാണിച്ച എത്ര നിസ്സാരമായ കാര്യവും നിങ്ങളെ അനുസരണക്കേടിൻ്റെ ആത്മാവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് തന്നെയാണ്. അതുകൊണ്ട് വലിച്ചെറിഞ്ഞ് കളയണം പ്രിയപ്പെട്ടവർ. എന്ത് വാശി പിടിക്കാനാ? വിട്ടുപോകുന്നതിനെ ഓർക്കല്ലേ പ്രിയപ്പെട്ടവർ. എൻ്റെ കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിന് ഞാൻ കഴിഞ്ഞ ഇവിടെ ആരെങ്കിലും ഉള്ളന്നേ എന്ന് പറയണം. നിങ്ങൾ ഓരോരുത്തരും പറയണം. ഇല്ല, ഈ പണിക്ക് എന്തിനാ ഇറങ്ങി? എൻ്റെ ചോദ്യം അതാ. കർത്താവിന് നമ്മളെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റും പ്രിയപ്പെട്ടവർ. യോഹന്നാന് തോന്നിയത് യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് യോഹന്നാന് തന്നെ തോന്നി. കർത്താവിന് അങ്ങനെ ഒന്നും തോന്നിയില്ല. കർത്താവിന് യൂദയടക്കമുള്ളവരെ സ്നേഹിത എന്നാണ് വിളിച്ചത്. പക്ഷേ യോഹന്നാൻ അങ്ങനെ തോന്നുന്ന പോലെ നമുക്കൊന്ന് തോന്നണമെന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ കർത്താവ്
പറഞ്ഞാൽ ഇവിടെ സ്നാനത്തിന് പോലും എന്നെ ഞാനൊരു 3-4 മാസം പിടിച്ചു നോക്കി, സ്നാനപ്പെടാതെ. കർത്താവേ, ഞാൻ അന്ന് ശിശുസ്നാനം എടുത്തതല്ലേ, അതങ്ങ് ശരിയാക്കിയാൽ പോരെ, വിശ്വാസത്താൽ ഞാൻ റെഡിയാണ്. അന്ന് റെസിസ്റ്റൻസ് പലതിനും. പിന്നെയാണ് മനസ്സിലായി ഞാൻ സ്നാനപ്പെട്ടതുകൊണ്ട് ഈ ലോകത്ത് കാക്കമല്ലെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഈ ലോകത്തിന് വേറെ വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. എന്നെ പിടിച്ച് താമസിച്ചപ്പോ അത്രേ ഉള്ളൂ. ഇതുപോലെ നാം പിടിച്ചിരിക്കുന്ന ഓരോ മർക്കടമുഷ്ടിയും വെറുതെ പിടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഒന്ന് വിട്ടുകൊടുത്തു നോക്കിയാൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും. അവിടെയാ സന്തോഷം പൂർണ്ണം, അല്ലെങ്കിൽ കുറ്റബോധമാണ്. ഇങ്ങനെ പറഞ്ഞത് അനുസരിച്ചുമില്ല. ഞാനിങ്ങനെ കർത്താവ് പറഞ്ഞ ഒരു ഉപമയ്ക്കകത്തിൽ ഇങ്ങനെ ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. അപ്പോൾ അതിലെ മൂത്തവനോട് പറഞ്ഞു, നീ എൻ്റെ തോട്ടത്തിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു മനസ്സില്ലെന്ന്. മറ്റവൻ പറഞ്ഞു ഇപ്പം പോവാം അപ്പാ എന്ന് പറഞ്ഞു. ആ പറഞ്ഞവൻ പോയുമില്ല, എന്നാൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവൻ. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, ഇവരിൽ ആരിലായി പിതാവ് പ്രസാദിച്ചതെന്ന്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്തവനിലേ പിതാവ് പ്രസാദിക്കുകയുള്ളൂ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് തൽക്കാലം ആ ഡിലേ, എൻ്റെ അഭിപ്രായത്തിൽ ആ ഡിലേ പോലും ഇല്ലാതെ അനുസരിക്കാൻ പഠിക്കണം. എൻ്റെ കർത്താവ് അങ്ങനെ പറഞ്ഞു. എടി, എൻ്റെ തീരുമാനത്തിനകത്ത് മറ്റ് മനുഷ്യർക്ക് എന്ത് സ്ഥാനം? ഞാൻ ചിലരൊക്കെ വന്നേച്ച് ഞങ്ങളുടെ വീട്ടുകാരും ഒക്കെ ഇങ്ങനെ എല്ലാവരും പിണങ്ങും എന്നൊക്കെ പറയുന്നവരെ ഓർത്തിട്ട് എനിക്ക് പരമപുച്ഛമാണ് തോന്നാറ്. അവർ ചെയ്ത വൃത്തികേടുകൾക്കൊക്കെ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണോ ചെയ്തത്? ഇപ്പം ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഒരുത്തൻ അവൻ ഒരിക്കൽ എല്ലാം സ്നാനം വെക്കാൻ തയ്യാറായപ്പോൾ അവൻ പറയും അമ്മച്ചിയോടൊന്ന് ചോദിക്കണമെന്ന്. ഞാൻ ചോദിച്ചു, നീ ആദ്യം ബീഡി വലിച്ചപ്പോൾ അമ്മയോട് ചോദിച്ചിട്ടാണോ ചെയ്തത്? അല്ല. കള്ളു കുടിച്ചപ്പോഴോ? അല്ല. ഈ സ്നാനം വെക്കുമ്പോൾ മാത്രം അമ്മച്ചിയോട് ചോദിക്കണം. അവന് പ്രായം ഒത്തിരിയായി. ഇവ കണ്ട വേണ്ടാതീനം കാണിച്ചപ്പോഴൊന്നും അമ്മയോടാകട്ടെ അപ്പനോടാകട്ടെ വീട്ടുകാരോടാകട്ടെ ഒരാളോട് ഒന്നും ചോദിക്കാതെ പോയി ചെയ്തേച്ച് സ്നാനം ഏൽക്കുന്ന കാര്യം. ഞാൻ പറയും നീ സ്നാനം ഏൽക്കാൻ സാധ്യതയില്ലെന്ന്. ഏൽക്കൂല. ഇങ്ങനെ ഇരുമനസ്സുള്ളവൻ അവൻ്റെ വഴികളിൽ മുഴുവനും അസ്ഥിരൻ എന്നാണ് യാക്കോബ് പറഞ്ഞേക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കലപ്പയ്ക്ക് കൈവച്ചേച്ച് പിന്മാറുന്നവൻ സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഒറ്റപ്പോക്കായിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവർ, ഈ യഹോവയുടെ പെട്ടകം ഒരു പുത്തൻ വണ്ടിയെ വെച്ചിട്ട് കറക്കുന്ന പശുക്കളെ കൊണ്ട് കെട്ടാൻ പറഞ്ഞു. ഫെലിസ്തീൻ എടുത്തുകൊണ്ട് പോയത്, ഫെലിസ്തീൻ പിടിക്കപ്പെട്ട പെട്ടകത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പെട്ടകം വെച്ച ആ കാളവണ്ടി ഈ പശുക്കളുടെ കഴുത്തേലോട്ട് വെച്ചിട്ട് ആ അമിക്കയറിട്ട് വെച്ചപ്പോൾ അതിൻ്റെ കുട്ടികൾ പുറകെ നിന്ന് കരയുന്നുണ്ട്, പശുക്കിടാങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകിടിങ്ങനെ ചൊരുത്തു വരും. നമുക്കറിയാമല്ലോ, പാല് ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിലിന് സമയമാകുമ്പോൾ ഈ എന്താ പറയുക, ഈ ചുരന്ന ഈ അകിടുമായിട്ട് ഈ പശു നേരെ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് പോകേണ്ടതാണ്. പക്ഷേ ജെറുസലേമിലേക്ക് തന്നെ ഇത് പോവുകയാണ്. നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് പോയെന്നാണ് പറയുന്നത്. പരിചയമുള്ള പശുക്കളല്ല. കുഞ്ഞിനെ വിട്ടേച്ച് എന്തിനാ പോയെന്നറിയാമോ? ഇത് പോയി പെട്ടകം അവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ വണ്ടി, പുതിയ വണ്ടി വെട്ടിക്കീറിയെടുത്ത് അത് പിറകായി വെച്ചിട്ട് ഈ പശുക്കൾ അവിടെ യാഗമായി അർപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ, കർത്താവിലേക്ക് വരുന്നവൻ പിന്തിരിഞ്ഞ് നോക്കാൻ പാടില്ലാത്തവനാ. അത് നമ്മുടെ ഉള്ളിൽ ഇച്ഛിക്കുകയും പ്രവർത്തിക്കുകയും ദൈവം ചെയ്യും. കർത്താവ് നമ്മളോട് വന്നേച്ച് പറഞ്ഞത്, ലോകത്തിൻ്റെ നുകമേക്കാൻ നീ ഇനി പോകരുത്, എൻ്റെ നുകമേറ്റ് എന്നോട് കൂടെ പഠിക്കണം. അത് തിരിഞ്ഞു നോക്കാനുള്ളതല്ല. ഇതൊരു സത്യത്തിൽ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ നടക്കത്തില്ലാത്ത കാര്യമാണ്. പകലും രാത്രിയും കൂടെ ഒന്നിച്ച് വരില്ലല്ലോ പ്രിയപ്പെട്ടവർ. വെളിച്ചവും ഇരുളും കൂടെ ഒന്നിച്ച് വരില്ല. ഒന്നുകിൽ മാമോൻ അല്ലെങ്കിൽ കർത്താവ്, രണ്ടിനെയും കൂടെ സേവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് അവിടെ വെച്ച് പറഞ്ഞൊരു വാക്യമുണ്ടായിരുന്നു 15:11, എൻ്റെ സന്തോഷം നിങ്ങളിരിക്കുക. എൻ്റെ സന്തോഷം എങ്ങനെ ഇരുന്നേ? അവൻ ദൈവമായിരിക്കെ പിതാവിൻ്റെ സ്നേഹത്തിൽ വസിച്ചു, അവൻ അനുസരിച്ചു, അവൻ തന്നെ താഴ്ത്തി ക്രൂശിലെ മരണം നഗ്നനായിട്ട് തൂക്കപ്പെട്ടത്. പ്രിയപ്പെട്ടു, നമ്മൾ ലജ്ജിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. ആളുകളെ പേടിച്ചും മറ്റും ലജ്ജിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് 100 എക്സ്പ്ലനേഷനും അതിന് പറയും. എൻ്റെ കർത്താവ് അങ്ങനെ വിചാരിച്ചില്ല പ്രിയപ്പെട്ട, ഒരു നഗ്നനായി തൂക്കപ്പെട്ടവനാ. നമ്മൾ കാണുന്നിടത്തൊക്കെ ഒരു തുണിയൊക്കെ വെച്ച് മറച്ചിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ അവനെ ഒരു കാഴ്ചക്കോലമാക്കുകയാണ് ചെയ്തത്. അവനത് നിഷേധിച്ചില്ല. അവനെ ഫിസിക്കലി ഉണ്ടായിരുന്ന അവൻ്റെ ഒരു ഉപദ്രവങ്ങളും അവനൊരു പ്രശ്നമല്ലായിരുന്നു. എന്നിട്ട് അതിൻ്റെ പാരമ്യതയിൽ പിതാവുമായിട്ടുള്ള ബന്ധം വരെയും വിടാൻ തയ്യാറാകുന്നത് തന്നെ താഴ്ത്തിയതിനാൽ, തന്നെ എംറ്റി ചെയ്തതിനാൽ, അനുസരണത്തിൽ തികഞ്ഞു എന്നാണ് പറയുന്നത്. ആദമിൽ അനുസരണക്കേടിൻ്റെ മക്കളായിരുന്ന നമ്മെ അനുസരണത്തിൻ്റെ മക്കളാക്കുവാൻ എൻ്റെ കർത്താവ് ആ അനുസരണം തികച്ചതാണ് അവിടെ കാണുന്നത്. നമ്മളിൽ ആ അനുസരണത്തിൻ്റെ ഭാവം ഉണ്ടാകണം. എനിക്കറിയാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ നിങ്ങളുടെ കോൺഫ്ലിക്റ്റുകൾ എന്താ വലിച്ചെറിഞ്ഞ് കളയണം പ്രിയപ്പെട്ടവർ, എൻ്റെ കർത്താവിനായിട്ട്. അതുകൊണ്ട് ഭൂമിയിലൊന്നും സംഭവിക്കില്ല, പ്രപഞ്ചത്തിലൊന്നും സംഭവിക്കില്ല, നിങ്ങളുടെ വീടുകളിലും ഒന്നും സംഭവിക്കില്ല. നിങ്ങളിൽ മാത്രം ആ രൂപാന്തരം ഉണ്ടാകാനിടയാകും.
ആ മർക്കടമുഷ്ടി വിട്ടേച്ച് എൻ്റെ കർത്താവിന് വേണ്ടി നിലനിൽക്കാനായിട്ട് കഴിയണം. അതുകൊണ്ടാണ് ആ തിരുവചനത്തിൻ്റെ ഈ പ്രബോധനം നമുക്ക് ഓരോ തവണയും ലഭിക്കണം. കർത്താവിനായി നിലനിൽക്കാനായിട്ട് കഴിയണം നമുക്ക്. 19-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അതിനെ പ്രമാണിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ പ്രതിഫലം ഉണ്ടെന്നാണ് എഴുതിയേക്കുന്നത്. ലോകത്തിൻ്റെ പ്രതിഫലം മനസ്സിലായ ഈ തിരുവചനം ദൈവം നമ്മളോട് അരുളി ചെയ്തത്, കർത്താവ് നിങ്ങൾക്ക് സന്തോഷം പൂർണ്ണമാകുവാൻ നിങ്ങളോടിത് സംസാരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്, അതിനാൽ എനിക്ക് പ്രബോധനം ലഭിക്കുന്നു, എന്നെ എൻകറേജ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ, പ്രാർത്ഥനയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, എന്നോട് അപേക്ഷിക്കുക, നിങ്ങൾക്ക് സന്തോഷം എൻ്റെ നിലവാരത്തിൽ നിങ്ങൾക്ക് തരാമെന്നേ. അതുകൊണ്ട് അനുസരിക്കാൻ തയ്യാറാകണം, കർത്താവിനോട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹന്നയുടെയൊക്കെ പ്രാർത്ഥന ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലുണ്ട്. ഇവള് ചെന്നേച്ച് കരഞ്ഞ് പറയുക. നമ്മളിപ്പോൾ ആ ഭാഗമായി, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ പുരോഹിതൻ വന്ന് അവളെ മദ്യപിച്ചിട്ട് സംസാരിക്കുന്നു എന്നാണ് വിചാരിച്ച്. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയല്ല, എൻ്റെ മനോവ്യഥ കൊണ്ട് ഞാൻ സംസാരിച്ചതാണ് എന്ന് പറഞ്ഞേച്ച് അദ്ദേഹം അവളെ അനുഗ്രഹിച്ച് പറയും. 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി, 1:18, 1 ശമൂവേൽ. ഇതാണ് സത്യം. കൊച്ചൊന്നും ഉണ്ടായില്ല, പക്ഷേ അവളുടെ മുഖം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പിന്നെ അങ്ങോട്ട് ശമൂവേൽ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നോ? നമ്മുടെ ഭാവന അവിടെ വെച്ചൊക്കെ അങ്ങ് തീർന്നു പോകും. ശരിക്കും ഈ ഹന്നയുടെ കൂടെ നിങ്ങളൊന്ന് ജീവിച്ചു നോക്കിയേ. ഒരു കൊച്ചിനെ ആഗ്രഹിച്ചിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഒരു കൊച്ചിനെ കിട്ടി. കുറച്ച് നാളത്തേക്ക് പിന്നെ ഇങ്ങോട്ട് വന്നില്ല, പക്ഷെ ആ വഴിക്ക് അങ്ങ് പോയില്ല. പിന്നെന്ത് ചെയ്തു? കൊച്ചിന് ഇത്തിരി പ്രായമായി നേരെ നടക്കാൻ ആയപ്പോഴത്തേക്ക് കൊച്ചിനെ കൊണ്ടുവന്ന് ദൈവസന്നിധി പുരോഹിതൻ്റെ അടുക്ക കൊണ്ട് ഏൽപ്പിച്ചു. ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? പിന്നെ അവളുടെ മുഖം വാടിയില്ലെന്ന് പറഞ്ഞാൽ കൊച്ചിനെ കൊടുത്തപ്പോഴും വാടിയില്ലെന്ന് അതിൻ്റെ അർത്ഥം. നമ്മളൊക്കെയാണ് ഇങ്ങോട്ടും പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടി, അതിന് ഞാൻ ഇനി കെട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞു. അതൊന്ന് വിടുന്ന സമയത്ത് സന്തോഷം പോവോ? ഇവിടെ പറയുന്നതനുസരിച്ച് സന്തോഷം പോയില്ല, നമ്മുടെ മുഖം പിന്നെ. അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ അവനേക്കാൾ വലുതായിട്ട് വേറൊന്നുമില്ല. അത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിനേക്കാൾ അധികം, അല്ലെങ്കിൽ വിലേറിയ നിധി കണ്ടെത്തിയവനെ പോലെയാണ്. പിന്നെ അവൻ തന്നത് എന്തെങ്കിലും കൊടുക്കുന്നത്, ഈ അബ്രഹാമിനും ഈ ഹന്നയ്ക്കുമൊക്കെ ഈ മക്കളെ കൊടുക്കുമ്പോൾ, ഇസ്മായേലിനെ തിരിച്ചു കൊടുക്കുന്നതായാലും പറഞ്ഞു വിടുമ്പോഴായാലും, ഈ ഇസഹാക്കിനെ യാഗം കഴിക്കുമ്പോഴാണെങ്കിലും, ഹന്ന കൊണ്ടുപോയി ദൈവസന്നിധി വിടുമ്പോഴും മാനുഷികമായ പരമമായ ദുഃഖം അനുഭവിച്ചവരവരൊക്കെ അല്ലേ? നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് നോക്ക്, നിങ്ങളുടെ കൊച്ചിനെ കൊടുക്കുമോ നിങ്ങൾ? അതും ഏലിയുടെ മക്കളെ അടുത്തെങ്കിൽ നമ്മൾ പിള്ളേരെ വിടത്തില്ല. ഏലിയുടെ മക്കൾ വഴിപിഴച്ച പിള്ളേരവിടെ, നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുവിടുവോ? ഞാനന്നേ അല്ലാത്ത മീറ്റിങ്ങിന് പോലും വിടത്തില്ല ഇവിടെ പിള്ളേർ. ദൈവസന്നിധി കൊണ്ട് വെച്ചേച്ച് അവൾക്ക് ദുഃഖമുണ്ടാകുന്ന കാര്യം വന്നപ്പോഴും അവളുടെ മുഖം പാടിയില്ലെന്നാണ് പറഞ്ഞത്. കാരണം അതാ വിശ്വാസത്താലുള്ള നടപ്പ്. നമ്മൾ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഒന്ന് വിട്ടുകൊടുത്ത് നോക്ക് പ്രിയപ്പെട്ടവർ, നമ്മുടെ മുഖം പിന്നെ വാടാതിരിക്കും. നമ്മൾ വിചാരിക്കും ഇത് പോയാൽ ഞാൻ തെണ്ടിപ്പോകും. ദൈവം ചിലപ്പോഴൊക്കെ നമ്മളെ അങ്ങനെ ആക്കത്തില്ലേ? ഞാനൊക്കെ എത്ര പ്രാവശ്യം അങ്ങനെ ആയിട്ടുണ്ടെന്നറിയാം. ചിലതൊക്കെ അങ്ങ് എടുത്തങ്ങ് കളയും. ആദ്യമൊക്കെ ഭയങ്കര പ്രയാസമാണ്, ബുദ്ധിമുട്ടാവും, നിലവിളിക്കുകയും കരച്ചിലും ഒക്കെ ചെയ്യും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കർത്താവ് അതിനെ സകല ബുദ്ധിയും കവിയുന്ന ഒരു സമാധാനത്തെ നിർത്തും. തിരിച്ച് തന്നിട്ടൊന്നും ആകണമെന്നില്ല, തന്നാലും പിന്നെ പഴയത് നിൽക്കാനാണ് ഇഷ്ടം. അതൊന്നും നമ്മുടെ കയ്യിലല്ല. തന്നെങ്കിൽ വാങ്ങിച്ചു, അതൊക്കെ ഒരു കാര്യവിചാരകത്വത്തിൻ്റെ വർക്കിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. ഇതൊരു തിരിച്ചറിവാണ്. എന്തിനാണ് ഇത് മാറ്റുന്നത്? അബ്രഹാമിന് ഇസഹാക്കിനെ തിരിച്ച് കിട്ടിയപ്പോൾ പിന്നീട് ഒരിക്കൽ പോലും അബ്രഹാം വിചാരിച്ച് കാണത്തില്ല ഇതെൻ്റെ മകനാണ്, എൻ്റെ സ്വന്തമാണെന്ന് വിചാരിച്ചില്ല. ഇസ്മായിലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഇനിയും കൂടുതലൊന്നും വേണ്ട, ഈ പയ്യൻ അങ്ങ് ജീവിച്ചിരുന്നേച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ അബ്രഹാം, നമ്മളെപ്പോലെ തന്നെ. പക്ഷേ ഇസഹാക്കിനെ പിന്നെ നോക്കിയപ്പോഴൊക്കെ യാഗപീഠത്തിന്മേൽ ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുത്തതാണെന്നുള്ളൊരു ഓർമ്മയുണ്ടാവും. എൻ്റെ ശരീരങ്ങളെ, എൻ്റെ ജീവനെ, എനിക്കുള്ളതിനെ കർത്താവിൻ്റെ സന്നിധി വെക്കണം. നമ്മൾ ഈ ആരാധനയൊക്കെ ചെയ്യുന്നത് അതാ പ്രിയപ്പെട്ടവർ. എനിക്കുള്ളതല്ല, എന്നെ തന്നെ ഞാൻ ദൈവത്തിന് കൊടുക്കാനായിട്ട് തയ്യാറാകണം. അതാണ് ശരിയായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. അവിടെയാണ് സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടി ഇത് എഴുതിയിരിക്കുന്നത്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതും കേവലമായ ഒരു സന്തോഷം ലഭിച്ചിട്ട് നിങ്ങൾക്ക് പെരിഫറലായിട്ടുള്ള ഒരു ഇക്കിളിപ്പെടുത്തുന്ന അനുഭവം കിട്ടിയേച്ച് പോകാനൊന്നുമല്ല. നിങ്ങളുടെയും എൻ്റെയും സന്തോഷം പൂർണ്ണമാകണം. അതിനുവേണ്ടിയാണ് ഇത് എഴുതുന്നത്, ഇത് പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ ജെരമ്യാവ് 19:16 വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. എന്ന് പറയാം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറയുന്നത്. നിന്റെ വചനത്തെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, അതെനിക്ക്
സന്തോഷവും ആനന്ദവുമായിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിന്റെ വചനത്തെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചതുകൊണ്ട് എനിക്ക് അത് സന്തോഷവും. ഞാൻ ചോദിക്കട്ടെ, നീ അവിടെ പറയും ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, അത് തേനേക്കാളും തേൻകട്ടയേക്കാളും അത് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും അത് ആഗ്രഹിക്കത്തക്കതെന്നൊക്കെ എഴുതിയേക്കുന്നത്. ഇതാണ് ആ സന്തോഷത്തിൻ്റെ പരിപൂർണത നമുക്ക് ലഭിക്കുന്നത്. ദൈവവചനം അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുവാനായിട്ട് ഇടയായിത്തീരണം. അതാണ് കൂട്ടായ്മയിലും ഉണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇനിയും മഷി കൊണ്ട് എഴുതാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മുഖാമുഖം കാണുന്നൊരു കൂട്ടായ്മ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇന്ന് നമ്മൾ ഈ സമൂഹത്തിൻ്റെ സ്റ്റാൻഡേർഡുകളും സ്റ്റാറ്റസും ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ കൂട്ടായ്മ ആചരിക്കാൻ നോക്കുന്നത്. അതിനെയൊക്കെ കഴിയുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട് പ്രിയപ്പെട്ടവർ. ദൈവമക്കൾ ചേർന്ന് വരുമ്പോൾ അവിടെ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മൾ അതിനെയൊക്കെ മറ്റ് പലത് വെച്ചിട്ടൊക്കെ റീപ്ലേസ് ചെയ്ത് കളഞ്ഞു. എന്നാ കൊടുക്കും. ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നാൽ നമ്മൾ മോസ്റ്റ് ഓഫ് നമ്മളിൽ മിക്കവാറും ആളുകളൊക്കെ ചിന്തിക്കുന്നത്, പ്രത്യേകിച്ചും സഹോദരിമാർ ചിന്തിക്കുന്നത് എന്തുവാ, അവർക്ക് ഇനി എന്താ കൊടുക്കേണ്ടത്, അത് കൊടുക്കുമ്പോൾ ഏറ്റവും മെച്ചമായത് കൊടുക്കണ്ടേ, അതിനാണ് എനിക്ക് ആരോഗ്യമില്ല, ഇവിടെ സാധനമില്ല, ഭയങ്കര ബുദ്ധിമുട്ട്, എന്തെല്ലാം പരിപാടികൾ. പക്ഷേ ഫെലോഷിപ്പിന് എങ്ങനെയാണ്? നിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചാ ഭക്ഷണം കൊടുക്കണമെന്നുള്ള ഭാരമാണ്. അതിനെയൊക്കെ കവിയുന്ന അതൊക്കെ നമ്മൾക്ക് സന്തോഷം തരാൻ കഴിയുന്ന ദൈവം അത് മുഴുവനും കരുതുമില്ലേ പ്രിയപ്പെട്ടവരെ? എന്തിനാ ദൈവത്തെ ലിമിറ്റ് ചെയ്യണത്? അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മളെ ഇവിടെ വെച്ച് തന്നെ അങ്ങ് ഒതുക്കി കളയുക, മാനുഷികതയിലേക്ക് നമ്മൾ എത്താൻ തുടങ്ങുക. എൻ്റെ ദൈവം സകലത്തിനും മതിയായവനാണെന്ന് ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാത്തവന് സന്തോഷം ഉള്ളിലുണ്ടാവത്തില്ല. എൻ്റെ ദൈവം മതിയായവനാണെന്ന് പറയാൻ കഴിയണം പ്രിയപ്പെട്ടവർ. അതാ സന്തോഷിപ്പിൻ. ജയിലിൽ കിടന്ന് ആമത്തി കിടക്കുമ്പോൾ എല്ലാ രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കും പറയാം, സന്തോഷിപ്പിൻ എപ്പോഴും. അത് പിന്നെയും എഴുതുന്നത് എനിക്കൊരു മടിയില്ലെന്ന്. രണ്ട് സൈഡ് കണ്ണാടി വെച്ച പോലെ അത് അനന്തമായിട്ട് പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ദൈവത്തിൻ്റെ വാഴ്ചയെ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ലിമിറ്റേഷൻസും നമ്മുടെ മാനുഷികതയും എവിടെ തീരുന്നില്ലയോ അവിടെ നമ്മൾ സന്തോഷം അനുഭവിക്കത്തില്ല. നമ്മൾ മാനുഷികമായിട്ടാണ് ഈ കാര്യങ്ങളെ കാണുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ദൈവിക സന്തോഷം നിങ്ങൾ അനുഭവിക്കത്തില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നത് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനവും ആ ദൈവത്തിൻ്റെ പറഞ്ഞു തീരാത്ത സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞാലും തീരാത്ത സന്തോഷം. ജോയ് അൺസ്പീക്കബിൾ എന്നാണ് പറയുന്നത്. ഒരിക്കലും പറഞ്ഞാലും തീരാത്ത സന്തോഷം. പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുകയും വേണ്ട. അതാണ് ശരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ മുഖാമുഖം സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പേനയും മഷിയും കൊണ്ടൊന്നുമല്ല, കൂട്ടായ്മ ആചരിക്കുമ്പോൾ ആ സന്തോഷം നമുക്കുണ്ടാകാനായിട്ട് കഴിയണം. അതുകൊണ്ടാണ് ഈ സന്തോഷം അവർ ഈ ആദിമസഭയിലെ 2-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിലുണ്ട്. അവർ ദിനംപ്രതി ദേവാലയത്തിൽ കൂടുകയും, പ്രവൃത്തികളുടെ പുസ്തകമാണ് അവിടെ പറയും, അവർ ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട്, അടുത്ത വാക്യം പറയണം, ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം. ഉല്ലാസം, ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കേണ്ടതൊന്നുമല്ല, പക്ഷെ കൂട്ടായ്മയിലുള്ള ഒരു സന്തോഷം നമുക്ക് ലഭിക്കാനായിട്ട് കഴിയണം. അതുകൊണ്ട് പരിശുദ്ധ ആത്മാവിൻ്റെ ആ സന്തോഷത്തിൽ നമ്മളങ്ങ് ആനന്ദിക്കാൻ തയ്യാറാകണം. അതാണ് ദൈവരാജ്യം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആത്മാവിൻ്റെ ഉള്ളിൽ വരുമ്പോൾ എനിക്ക് ആ പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. പിന്നെയും ഇപ്പോൾ കാര്യങ്ങൾ വരും, അതിനെ കവിയുന്ന ഒരു സന്തോഷം അത് അനുഭവിക്കണം പ്രിയപ്പെട്ടവരെ. അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും ചിലപ്പോൾ മറിഞ്ഞൊക്കെ വരും, പക്ഷേ അതിനനുസരിച്ചിട്ട് നമ്മുടെ ദൈവത്തെക്കുറിച്ച് തന്നെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഗതിഭേദങ്ങളാൽ ആച്ഛാദനം ഇല്ലാത്തവൻ എന്നൊരു വാക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ സൂര്യൻ്റെ നിഴലിനനുസരിച്ച് മാറ്റം വരാത്തവൻ എന്നതിൻ്റെ അർത്ഥം. എൻ്റെ ദൈവം അനന്യൻ, അൺചേഞ്ചിങ് ഗോഡ്. അവൻ എന്നേക്കും അനന്യനാ, മാറ്റം വരത്തില്ലെന്ന്. അതുകൊണ്ടാണ് ഗതിഭേദം. എൻ്റെ കരച്ചിൽ കണ്ടിട്ട് ദൈവത്തിന് ഇത്തിരി സിമ്പതി തോന്നുമെന്നോ, അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുന്ന കാണുമ്പോൾ എന്നെ ഇത്തിരി അസൂയപ്പെടുമെന്നോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ചിരിക്കാൻ പാടില്ല ബ്രദർ, ചിരിച്ചാൽ ചിലപ്പോൾ ദൈവത്തിന് ഒരു അടുത്ത് എന്താ വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലെന്ന്. ഒരു ക്രൂരനായ ദൈവം, അല്ലെങ്കിൽ ഞാൻ ചിരിക്കുമ്പോൾ അസൂയ, ചിലരൊക്കെ മരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ സ്നേഹത്തിൽ ദൈവത്തിന് അസൂയ തോന്നിയുകൊണ്ട് അങ്ങ് എടുത്തതാണ്. നമ്മളുടെ വിചാരം ദൈവം നമ്മളെപ്പോലെ ആരാണ്ടാകുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മളെ സ്നേഹിച്ച് നമുക്ക് ഈ പറഞ്ഞ നഷ്ടപ്പെടാത്ത സന്തോഷം തന്ന്, നഷ്ടപ്പെടാത്ത ജീവൻ തന്ന്, ഈ എന്താ പറയുന്ന നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ, നനയ്ക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ, നമ്മുടെ വിചാരത്തിനൊക്കെ എത്രയോ അപ്പുറത്താണ് എൻ്റെ ദൈവം എൻ്റെ മേൽ പകർന്നു തന്ന സ്നേഹമായാലും സന്തോഷമായാലും സമാധാനമാണെങ്കിലും ഇത് പരിശുദ്ധ ആത്മാവിനാൽ എൻ്റെ മേൽ തന്നിരിക്കുന്നത്. ഉതിർന്നു പോകാത്തത്, എന്തിനാലും മാറ്റം വരാത്തതായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് ഈ എന്തൊക്കെ സംഭവിച്ചാലും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. 1 തെസ്സലോനിക്കർ 1:6 പറയുന്നത്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും
നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ വേണം ഇപ്പം പറഞ്ഞു വെച്ച് ചേർക്കാവുന്ന നിങ്ങൾ ബഹു സന്തോഷത്തിന് ഉടമകളായി തീർന്നെന്ന്, അനുകാരികളുമായിരുന്നു. ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നെന്നാണ് പറയുന്നത്. മനസ്സിലായി? ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടതുകൊണ്ട് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായെന്നാണ്. അതായത് വചനം കൈക്കൊള്ളുമ്പോൾ സന്തോഷം പൂർണ്ണമാകും. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നിങ്ങളുടെ അകത്തിലുള്ളത് പൂർണ്ണമാക്കുവാൻ ഈ വചനം നിങ്ങൾ ബഹു കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ പോലും ഇത് മാറുന്നില്ലെന്ന്. അതുകൊണ്ടാണ് ഈ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ നിങ്ങളുടെ വസ്തുവകകളല്ല നിങ്ങളുടെ ജീവൻ്റെ. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യമാണ് എൻ്റെ ജീവൻ നിലനിർത്തുന്നതെന്ന്. അല്ല, എൻ്റെ വസ്തുവകൾ സ്വത്താണോ എൻ്റെ ജീവൻ്റെ? ധാരാളം ധനം സമ്പാദിച്ച് അല്ല വിളവ് സമ്പാദിച്ചവൻ പറഞ്ഞ് ധാരാളമായിട്ടുണ്ട്, തിന്നുക കുടിക്കുക. നിൻ്റെ പ്രാണനെ ഞാൻ ഇന്ന് ചോദിച്ചാൽ ഇതാർക്കാവുമെന്ന് ചോദിച്ച്. മനുഷ്യൻ എത്ര ക്ഷണികനാന്ന് ഓർക്കൂ. മണ്ണ് കൊണ്ടുള്ളവനവൻ, പൊടിയിലേക്ക് അവൻ മടങ്ങിച്ചേരും. അവൻ്റെ നിരൂപണങ്ങളൊക്കെ ആ നിമിഷം നശിച്ചു, ഇല്ലാതായി. എന്നാൽ അങ്ങനെയല്ല, എൻ്റെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ സന്തോഷം എൻ്റെ സന്തോഷത്തെ പൂർണ്ണമാക്കാൻ മതിയായതായതുകൊണ്ട് കർത്താവ് കാണിച്ചു തരുന്ന അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചതായ ആ വഴിയിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് കഴിയണം. മറിയയെക്കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അതാരും അവളിൽ നിന്ന് അപഹരിക്കാത്തതാ, നഷ്ടപ്പെട്ടു പോകാത്തതാ. അതുകൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്താകട്ടെ, എനിക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യമാകട്ടെ, എനിക്ക് ലഭിച്ചിരിക്കുന്ന സൗന്ദര്യമാകട്ടെ, എനിക്ക് ലഭിച്ചിരിക്കുന്ന എന്തുമായിക്കൊള്ളട്ടെ, ഭൗമികമായതെല്ലാം നശിച്ചു പോകും, അപഹരിക്കപ്പെടാം. എന്നാൽ എൻ്റെ കർത്താവ് ഇവിടെ മറിയയെക്കുറിച്ച് പറഞ്ഞത് അവളിൽ നിന്ന് അപഹരിക്കാത്തതൊന്നും അവൾ തിരഞ്ഞെടുത്തു. എന്താ അത്? എൻ്റെ കർത്താവിൻ്റെ പാദപീഠം, ജീസസ് ഫീറ്റ്. കർത്താവിൻ്റെ പാദപീഠം അവൾ തിരഞ്ഞെടുക്കുക. സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ശരിയും തെറ്റും ഒന്നുമല്ല, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് എനിക്കൊരു പ്രിയമുണ്ടാകുന്നതാണ്. അവൻ്റെ പാദപീഠത്തിങ്കിൽ ഇരുന്ന് അവന് വേണ്ടത് ചെയ്തു കൊടുത്ത് ജീവിക്കുവാൻ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് ലേഖനത്തിലൊക്കെ പറയുന്നത്, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നത് ലാഭം. പ്രൈസ് ദി ലോർഡ്. പണം ഉണ്ടാക്കാൻ വേണ്ടി അല്ല ജീവിക്കേണ്ടത്, നാട്ടുകാരുടെ റെക്കഗ്നേഷൻ കിട്ടാൻ വേണ്ടി അല്ല ജീവിക്കേണ്ടത്. ക്രിസ്തു എന്നിൽ ജീവിക്കാൻ ഞാൻ തയ്യാറാവണം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറയാനായിട്ട് കഴിയണം. അത് നമ്മുടെ സ്വന്തം നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. സ്വയത്തിൻ്റെ തീരുമാനം. എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവിനിൽ ജീവിക്കണം. എൻ്റെ അവയവങ്ങൾ എൻ്റെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം. ഈ ശരീരം എൻ്റെ കർത്താവിനുള്ളതാണ്. രാവിലെയുള്ള പാട്ടിലൊക്കെ മനോഹരമായിട്ട് അത് പറഞ്ഞേക്കുന്നത്. ഇനി ഞാൻ അവനായി ജീവിക്കാൻ, ഞാൻ അവന് വേണ്ടി എന്നെ കൊടുക്കുകയാണ് ചെയ്തേ. ഇനി അവൻ എന്നിൽ ജീവിക്കാനായിട്ട് ഞാൻ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് അവസാനം പറയുന്നത്, നീ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. അതും സന്തോഷമാണ്. ജോയ് അൺസ്പീക്കബിൾ ഇവിടെ അനുഭവിക്കണം. ഇനി ആ സന്തോഷത്തിലേക്ക് എന്നേക്കുമുള്ളൊരു സന്തോഷം. അറിയാമോ എപ്പോഴാണ് പറഞ്ഞതെന്ന്? വലത്തുഭാഗത്തുള്ളവരോടാണ് പറഞ്ഞ, യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അവരോട് പറയും, നീ എന്നേക്ക് സന്തോഷത്തിലേക്ക്. ഇന്നും ആ സന്തോഷം നമുക്ക് ഇടമുറിയാത്ത സന്തോഷം തന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് കേൾക്കുന്ന തിരുവചനമായാലും നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവായാലും ഈ രക്ഷയാണെങ്കിലും ഈ സന്തോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിനപ്പുറത്തൊരു സന്തോഷമില്ല. അത് ദൈവത്താൽ സംഭവിക്കുമ്പോൾ നമുക്ക് നന്ദി ഉണ്ടാകട്ടെ, ദൈവം അത് പ്രവർത്തിച്ചല്ലോ, സ്തോത്രം. പക്ഷേ അത് സന്തോഷത്തെ അഫക്റ്റ് ചെയ്യുന്നതല്ല. ദൈവം തന്ന സന്തോഷം അത് അനിയന്ത്രിതമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാ, അത് അനർഗളമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതാ, അതിന് കുറവ് വരുന്നില്ലാത്തതാ. ആ ദൈവത്തിൻ്റെ നിലവാരത്തിൽ നമുക്ക് ആ ദൈവം അത് തന്നിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് ആ സന്തോഷം, ജോയ് അൺസ്പീക്കബിൾ, എനിക്ക് ധാരാളമായി കർത്താവേ അത് തരുവാനിടയാകണം. ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾക്ക് അങ്ങ് സംസാരിച്ചത് കേൾക്കാനിടയാകണമെന്ന് നമുക്ക് ദൈവത്തോട് പറയാം.